എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 2025 ഡിസംബർ മാസം 5-ാം തീയതിയോടുകൂടി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് തിരികെ പ്രവേശിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ടും 2025 ഡിസംബർ മാസം 1-ാം തീയതി മുതലുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത്. അപ്പം 2025 ഡിസംബർ 5 വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തിൻ്റെ അന്നേ ദിവസമുള്ള ഗ്രഹസഞ്ചാര സ്ഥിതിയാണ് കൃത്യമായി ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ ജ്യോതിഷ ചാനലിൽ ഓരോരുത്തർക്കും ഏതൊക്കെ രാശിയിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതെന്ന് വിശദമായി പറഞ്ഞിട്ടുള്ളതിനാൽ മുൻപുള്ള വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുടെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. കഴിഞ്ഞ തൊട്ട് പുറകെയുള്ള വീഡിയോയിൽ നമ്മൾ കുറച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് അത്രയും വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ഈ ഗ്രഹത്തിൻ്റെ സ്ഥിതികൾ ഇപ്പോൾ പറയാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് മീനവും മേടവും കൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. ഈ ഇങ്ങേ അറ്റമുള്ള രാശി മീനമെന്നും, ഇത് മേടം, ഇത് കർക്കിടകം, അതുപോലെ തന്നെ ഇത് തുലാം, ഇത് വൃശ്ചികം, ഇത് ധനു, മകരം, കുംഭം, ഇത് ഇടവം, മിഥുനം, ചിങ്ങൻ രാശി, ചിങ്ങം, കന്നി, ചിങ്ങം, കന്നി. ഓക്കെ, അപ്പം അത്രയും രാശികളെ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടങ്ങുന്ന 27 നക്ഷത്രങ്ങളുടെ ഒരു രാശിഫലം ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലും കൂടെ ചേർത്താണ് നമ്മൾ ഇന്ന് ജ്യോതിഷ ഫലം പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴം തിരികെ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി എത്ര നക്ഷത്രക്കാർക്കാണ് അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ദോഷമായിട്ട് ആർക്കൊക്കെയാണ് വരുന്നതെന്നും കൂടി ചേർത്ത് പെട്ടെന്ന് പറഞ്ഞ ശേഷം അടുത്തതായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും രാശി എടുത്തിട്ട് ഇന്ന് വിശകലനം ചെയ്തിട്ടൊരു ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നിന്നൊരു ചെറിയ വ്യത്യാസം കൂടെ വരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയും കൂടെ ചേർത്താണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് വ്യാഴം രാശി മാറി ഇങ്ങോട്ട് വരുന്ന ഡിസംബർ 5 മുതൽ നമ്മൾ ശ്രദ്ധിക്കുക. വ്യാഴം നിൽക്കുന്ന രാശിയിലും വ്യാഴം നിൽക്കുന്നതിൽ നിന്നും 5-ാമത്തെ രാശിയിലും 9-ാമത്തെ രാശിയിലേക്കും വ്യാഴത്തിന് ഒരു പൊതുവായിട്ടുള്ള ദൃഷ്ടിയുണ്ട്. അത് ഞാൻ എഴുതി കാണിച്ചു തരാം. തുലാം രാശിയിലേക്കും കുംഭം രാശിയിലേക്കുമാണ് വ്യാഴത്തിന് പ്രത്യേക ദൃഷ്ടി എന്ന് പറയും. ദൃഷ്ടി. അപ്പം മിഥുനം, തുലാം, കുംഭം ഈ 3 കൂറുകാർക്കും വ്യാഴം അവിടെ തന്നെ അവരുടെ രാശിയിൽ തന്നെ നിൽക്കുന്നതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം ആദ്യമായിട്ട് പറയുന്നത്. അപ്പം മകരത്തിൻ്റെ അര തിരുവാതിര പുണർദത്തിൻ്റെ മുക്കാല്, ചിത്തിര അര ചോതി വിശാഖത്തിൻ്റെ മുക്കാല്, അതുപോലെ തന്നെ അവിട്ടത്തിൻ്റെ അര ചതയ പൂരുരുട്ടാതി മുക്കാല്. ഇത്രയും നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേക ആനുകൂല്യ ഫലസിദ്ധി ആദ്യമായിട്ട് പറയുന്നു. അടുത്തതായിട്ട് വ്യാഴം നിൽക്കുന്ന രാശിയും വ്യാഴം നിൽക്കുന്നതിൻ്റെ കേന്ദ്ര രാശികളാണ് ഇത് 4, 7, 10. എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7. അപ്പോൾ വ്യാഴം നിൽക്കുന്ന 1-ാമത്തെ രാശി ഇത്, 4-ാമത്തെ രാശി ഇത് കേന്ദ്രസ്ഥാനം, 7-ാം ഭാവം കേന്ദ്രഭാവം, 10-ാം ഭാവം കേന്ദ്രസ്ഥാനം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഇവിടെയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരും, ഇവിടെയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരും. ഇത് ഇത്രയും കേന്ദ്ര രാശി. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക ആനുകൂല്യ ഫലസിദ്ധി ആണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? ഉത്തരത്തിൻ്റെ മുക്കാല് അത്തം, ചിത്തിരയര. ഇവിടെ ആരാ വരുന്നത്? നമ്മൾ നേരത്തെ നോട്ട് പറഞ്ഞു. അടുത്തതായിട്ട് മൂലം, പൂരാണ് ഉത്രാടത്തിൻ്റെ കാലുകാർ. ഇവിടെ ഉള്ളവരെ പറഞ്ഞു. പൂരുട്ടാതി കാല്, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർ. ഇത്രയും നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇപ്പോഴത്തെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നുണ്ട്. പൊതുവിൽ ഒരു കഷ്ടകാല സമയം അതുപോലെ തന്നെ നല്ല കാല സമയം എന്ന് നമ്മൾ പൊതുവെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു അനുകൂലമായി നിൽക്കുന്ന ഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പരിഹാര ക്രിയകളും കൂടെ നമ്മൾ ചെയ്യാതെ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സം എന്ന് പറയുന്നത്. നമ്മുടെ ഒരാളുടെ ജനന തീയതി പ്രകാരം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം അത് പറയാം. നേരത്തെ ഇച്ചിരി താമസിച്ചായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും ആദ്യം ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഒരാൾ ജനിക്കുന്നത് ഒരു രോഹിണി നക്ഷത്രത്തിലാണെന്ന് കരുതുക. ഇദ്ദേഹം ജനിക്കുന്ന ദശാകാലം ചന്ദ്രൻ്റെ ദശാകാലത്തായിരിക്കും. ഇയാൾക്ക് 5 വയസ്സ് വരെ ചന്ദ്രദശ. ചന്ദ്രൻ കഴിഞ്ഞാൽ 7 വർഷം ചൊവ്വയായിരിക്കും 12 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ രാഹു ആയിരിക്കും 18 വർഷം.
30 രാഹുർ. വ്യാഴമായിരിക്കും പിന്നീട് 16 വർഷം, 46 വയസ്സ് വരെ. അത് കഴിഞ്ഞ് വ്യാഴം ശനിയായിരിക്കും 19 വർഷം, അപ്പോൾ 65 വയസ്സ് വരെ ശനി. അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ്റെ ദശാകാലം. 7 5 12 ഇഷ്ടം 1 7 1 82. അപ്പം നിങ്ങൾ ഈ ഒരു ഉദാഹരണം പറയുന്നത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. അത് പെട്ടെന്ന് എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു കുട്ടി, നിങ്ങളുടെ കുട്ടിയുടെ നക്ഷത്രം വന്നിട്ട് രോഹിണിയാണെന്ന് വിചാരിക്കുക. രോഹിണി അല്ലെങ്കിൽ രോഹിണി അത്തം തിരുവോണം, ഈ 3 പേർക്കും ഇത് ബാധകമാണ്. രോഹിണി അത്തം തിരുവോണം ഈ 3 പേർക്കും ഇത് ബാധകമാണ്. അപ്പം ഈ 3 നക്ഷത്രക്കാരും ജനിക്കുന്നത് ചന്ദ്രദശയിലായിരിക്കും. അപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു ജാതകത്തെക്കുറിച്ചാണ് ആ വീട്ടുകാർ ചോദിക്കുന്നതെങ്കിൽ, ഈ കുട്ടിക്ക് നമുക്കിപ്പോൾ ചൊവ്വ ദശാകാലമാണെന്ന് പറയാം. ആ ചൊവ്വയുടെ ബലം എങ്ങനെയുണ്ടെന്ന് ഈ ജാതകം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ 12 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ കാര്യമാണ്. അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ പോകും, തൊഴിൽ എങ്ങനെ പോകും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇയാളുടെ കാര്യം രാഹുവിനെ കൊണ്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. 30 വയസ്സിനും 46 വയസ്സിനും മധ്യമുള്ള ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ കാര്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യാഴത്തിൻ്റെ സ്ഥിതി എങ്ങനെയുള്ളത് പരിശോധിക്കേണ്ടതായിട്ട് വരും. 46 വയസ്സിനും 65 വയസ്സിനും മധ്യമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ശനി ദശാകാലമാണ്, ശനിയുടെ ബലം ചിന്തിക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞാൽ 65നും 82നും മധ്യമുള്ള ആൾക്ക് ബുധൻ്റെ ദശാകാലമായിരിക്കും. അപ്പോൾ ബുധൻ്റെ ബലം ചിന്തിച്ചിട്ട് വേണം അതിൻ്റെ ഫലസിദ്ധി പറയാനായിട്ട്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ദശ അപഹാര കാലം ആണെന്ന് എനിക്ക് ആദ്യം പറയേണ്ടതായിട്ട് വരും. ഇത് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ബുദ്ധനോ ചൈനയോ പാഴ്സി അങ്ങനെ ഏത് വിഭാഗമാണെന്നെങ്കിലും ഇവിടെ വിഷയമല്ല. കാരണം ഈ ജ്യോതിശാസ്ത്രത്തിൽ ഒരിടത്തും ഇങ്ങനൊരു ജാതിയെക്കുറിച്ച് പറയുന്നില്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാൾ മനസ്സിലാക്കണം, നിങ്ങളൊരു അശ്വതി നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളൊരു 50 വയസ്സുള്ള ഒരാൾ, അല്ലെങ്കിൽ 30 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏത് ദശാകാലമാണ് എന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജ്യോതിഷം വീഡിയോ ആരുടെ വേണേലും കണ്ടോ, അത് ഫലസിദ്ധിയായിട്ട് വരും. ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്ന രോഹിണി നക്ഷത്രക്കാരൻ്റെ ഒരു കാര്യം പറഞ്ഞു. രോഹിണി നക്ഷത്രക്കാരൻ ഒരു 30 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അയാൾക്ക് വ്യാഴദശാകാലം 46 വയസ്സ് വരെ വ്യാഴം എന്നാണല്ലോ പറഞ്ഞത്. 30 വയസ്സിനും 46 വയസ്സിനും മധ്യമുള്ള ഒരു 33 വയസ്സുകാരനാണ് നമ്മളെ വിളിക്കുന്നത് എങ്കിൽ ഇദ്ദേഹത്തിന് ജാതകപ്രകാരം ചന്ദ്രൻ മേടം കഴിഞ്ഞ് ഇടവത്തിലായിരിക്കുമല്ലോ ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. ഇയാൾ ജനിച്ച സമയത്ത് തന്നെ വ്യാഴം ഇവിടെയാണെന്ന് കരുതിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇദ്ദേഹത്തിന്റെ ജാതകപ്രകാരം ആരാണ് വ്യാഴം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് ജനിച്ച സമയത്ത് വ്യാഴം ഇവിടെ തന്നെയാണ് എങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ജാതകപ്രകാരവും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇത്. അപ്പം ചന്ദ്രൻ നിൽക്കുമ്പോൾ ഇപ്പം 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ധനസ്ഥാനത്ത് ഇയാൾക്ക് ജാതകത്തിൽ പ്രകാരം ആരാണ് വ്യാഴം നമുക്ക് കണ്ടുപിടിക്കാം. 8ാം ഭാവത്തിൻ്റെ അധിപനും 11ാം ഭാവത്തിൻ്റെ അധിപനുമാണ് ഈ കക്ഷിക്ക് ജനിച്ച സമയത്ത് വ്യാഴം ചന്ദ്രാല്. ഈ കക്ഷിക്ക് ജാതകപ്രകാരം ലഗ്നം ഇവിടെയാണെന്ന് കരുതിയാൽ ഇയാൾക്ക് ജാതകപ്രകാരം ലഗ്നാൽ 12ന്റെ അധിപത്തിനും 3ാം ഭാവത്തിനുമായിട്ടുള്ള അധിപൻ ലഗ്നാൽ 6ാം ഭാവത്തിലും ചന്ദ്രൻ 2ാം ഭാവത്തിലും നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കക്ഷിക്ക് പൊതുവെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം എപ്പോഴും കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഈ പോയിന്റ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ജ്യോതിഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പം 2025 ഡിസംബർ മാസം 5-ാം തീയതി വ്യാഴം രാശി മാറി മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഇത്രയും കൂറുകാർക്കും ഇതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത് വ്യാഴം രാശി മാറി പോകുന്നത് പുണർദം മുക്കാലിലേക്കാണ് പോകുന്നത്. രാഹു സഞ്ചരിക്കുന്നത് ചതയം നക്ഷത്രത്തിലാണ്, കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പൂരം നക്ഷത്രത്തിലാണ്, ശനി സഞ്ചരിക്കുന്നുണ്ട് പൂരൊരുട്ടാതി നക്ഷത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ഇത്രയും കാര്യം പൊതുവായിട്ട് പറഞ്ഞ ശേഷം ഇനി നമുക്ക് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഫലസിദ്ധിയും കൂടെ അങ്ങ് പറയുവാണ്. അവിടെ ഞാനൊരു ഫോണിൽ ഇതിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഫലസിദ്ധി പറയാം. പ്രധാനമായിട്ട് ഇപ്പം ഇടവക്കൂറിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാര്യങ്ങൾ തുടങ്ങുന്നത്. എൻ്റെ കാരണം കാർത്തിക മുക്കാല് രോഹിണി മകേരത്തിൻ്റെ അര വരുന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി നമുക്ക് മാറുന്നത്. ഇടവക്കൂറുകാർക്ക് ഇടവക്കൂറിൽ വരുന്നത് ആരൊക്കെയാണ്? കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം അര.
ഇത്രയും പേർക്കാണ് വരാൻ പോകുന്നത്. ഇവർക്ക് ജാതകപ്രകാരം ലഗ്നത്തിൽ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ ആരുമില്ല. ധനസ്ഥാനത്ത് വ്യാഴം. 3 കുടുംബസ്ഥാനം ആരുമില്ല. 4-ാം ഭാവത്തിൽ ഗൃഹസ്ഥാനം വാഹനസ്ഥാനത്ത് കേതു. 5 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനമായിട്ടുള്ള ഈ ഗ്രഹത്തിൽ നമുക്കിവിടെ നിൽക്കുന്നത് ബുധൻ ആണ് നിൽക്കുന്നത്. ബുധൻ. അപ്പോൾ ശത്രുസ്ഥാനത്ത് ബുധൻ. മംഗല്യസ്ഥാനം ഭാര്യാസ്ഥാനം 7-ാം ഭാവം. തിരിച്ചാണെങ്കിൽ മംഗല്യസ്ഥാനം ഭർത്താവിൻ്റെ സ്ഥാനം സ്ത്രീക്കാണെങ്കിൽ. ശുക്രൻ ചൊവ്വ സൂര്യൻ. ഇത് 7-ാം ഭാവം. 7-ല് മംഗല്യസ്ഥാനത്തിൽ 7-ല് ശുക്രൻ ചൊവ്വ സൂര്യൻ. ഇനി ബാക്കിയുള്ളവരെ എഴുതത്തില്ല, ഇവരുടെ മാത്രമാണ് ഇപ്പം എഴുതി പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതി പറയാൻ നിന്ന് ഒരുപാട് സമയം പോകും. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇടവക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് വ്യാഴം, ഗൃഹം വാഹനമായിട്ടുള്ള സ്ഥാനത്ത് കേതു, ശത്രുസ്ഥാനത്ത് ബുധൻ, മംഗല്യസ്ഥാനം ഭാര്യാസ്ഥാനത്ത് ആര്? സൂര്യനും ചൊവ്വയും ശുക്രനും. അഷ്ടമഭാവം ആയുഷിന്റെ സ്ഥാനത്ത് ആരുമില്ല. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ാം ഭാവത്തിൽ ആരുമില്ല. കർമ്മസ്ഥാനം തൊഴിൽ സ്ഥാനത്ത്, ബാക്കിയുള്ളവരെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. കർമ്മസ്ഥാനത്ത് രാഹു. ഇത് 11-ാം ഭാവം ലാഭസ്ഥാനത്ത് ശനി. 12-ാം ഭാവം നഷ്ടസ്ഥാനം, അവിടെ ആരുമില്ല. ഇതുപോലെ നിങ്ങൾ എഴുതി വെക്കണം ഓരോരുത്തരും. അത് ഞാൻ പറഞ്ഞു പോകാം. ഇവരുടെ മാത്രമേ നമ്മൾ ബോർഡിൽ എഴുതുന്നുള്ളൂ. ഇതുപോലെ ഓരോരുത്തരുടെ എഴുതി തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ പറയും വെച്ച് വലിച്ച് നീട്ടിക്കൊണ്ട് പറയുക എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാക്കി പറഞ്ഞു തരാൻ വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറാകണം. ഇതിനകത്തൊരു ഉത്രാട നക്ഷത്രക്കാരനാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ അയാൾ വിചാരിക്കുന്നത് എന്തോ ഉത്രാടത്തിൻ്റെ ഫലം ഒന്ന് വേഗം പറ, എനിക്ക് അത് കേട്ടാൽ മതി. ഇയാൾ ഏത് പോയിന്റിൽ അത് പറയുന്നതെന്നുള്ളതായിരിക്കും. വേറെപ്പം വേണമെങ്കിൽ വേറൊരാൾ 46-11 എന്ന് വേണമെങ്കിൽ ഇടും, അല്ലെങ്കിൽ 22-11 ഇട്ടിട്ട് കൊടുക്കും. എന്തിനാണെന്നറിയാവോ? ഇയാൾ അവിടെ നോക്കിയാൽ മതിയിടൂ, വേറെ എങ്ങും പോയി നോക്കണ്ട, ഇയാൾ പറയുന്നത് കേൾക്കണ്ട. പക്ഷേ ഇത് പോയിന്റുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ കാര്യം കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസത്തിലെ രാശി മാറ്റം പറയുമ്പോൾ നിങ്ങളുടെ ഏത് സ്ഥാനത്തോട്ടാണ് ഈ ഗ്രഹം മാറിയത് എന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇത്ര നിസ്സാരമായിട്ടല്ലേ ഞാനത് പറഞ്ഞത്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ നോക്കിക്കോ, ധനുമാസം 1-ാം തീയതി സൂര്യൻ ഇങ്ങോട്ട് മാറുവാണ്, ധനുരാശിയിലേക്ക്. തൊട്ടുപുറകിൽ തന്നെ ബുധനും ശുക്രനും ഒക്കെ ഇങ്ങോട്ട് മാറും. 2026 ജൂൺ മാസം 1-ാം തീയതി വ്യാഴം ഇങ്ങോട്ട് മാറും, കർക്കിടകത്തിലേക്ക് മാറും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് എന്താണ് മാറ്റം എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ സ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ. ഒന്നുകൂടി ഇതിൻ്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കെല്ലാം പറയാൻ എളുപ്പമായി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായി. എനിക്കല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായി. ഇടവക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് വ്യാഴം, കുടുംബസ്ഥാനത്ത് ആരുമില്ല, ഗൃഹസ്ഥാനത്ത് ആരുമില്ല, ഗൃഹം വാഹനസ്ഥാനത്ത് കേതു, മനസ്സിൻ്റെ സ്ഥാനം സന്താനസ്ഥാനമായ 5-ാം ഭാവത്തിൽ ആരുമില്ല, ശത്രുരോഗസ്ഥാനമായ 6-ാം ഭാവത്തിൽ ബുധൻ, ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനമായിട്ടുള്ള സ്ഥാനത്ത് ശുക്രൻ ചൊവ്വ സൂര്യൻ, അഷ്ടമഭാവമായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് അഷ്ടമഭാവമായിട്ടുള്ള ധനുവിൽ ആരുമില്ല, ഭാഗ്യസ്ഥാനമായ മകരത്തിൽ ആരുമില്ല, കർമ്മരാശി തൊഴിൽ സ്ഥാനത്ത് രാഹു, ലാഭസ്ഥാനത്ത് ശനി, 12-ാം ഭാവത്തിൽ ആരുമില്ല. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. അത് പറഞ്ഞു തന്നെ പോകാം. ഇനി അത് എഴുതാൻ പോയാൽ സമയം ഒരുപാട് പോകും എന്നുള്ളത് കൊണ്ട് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫലസിദ്ധി നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്തൊക്കെയാണ് ഫലസിദ്ധി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ധനപുരോഗതി ഉണ്ടാകുന്നു. ആദ്യത്തെ പുരോഗതിയായിട്ട് കാണിക്കുന്നത് ധനപുരോഗതി നിങ്ങൾക്ക് കൈ വന്ന് ചേരും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെക്കുക, ജോലികൾ സ്ഥിരപ്പെട്ട് വരികയെന്നും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുമെന്നും കുടുംബസൗഖ്യം ഉണ്ടാകുമെന്നും പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നും മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു മാസമാണ് വരാൻ പോകുന്നതെന്നും ബിസിനസ്സിൽ ചെയ്തിരിക്കുന്നവർക്ക് വലിയ പുരോഗതി ഉണ്ടാകുമെന്നും കുടുംബസൗഖ്യം ഉണ്ടാകുമെന്നും കുടുംബത്തിലുണ്ടാകുന്ന അസാരസ്യങ്ങളും കലഹങ്ങളും വിട്ടൊഴിഞ്ഞു മാറുമെന്നും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരിക്കുന്ന എല്ലാ വിഷമതകളും വിട്ടൊഴിഞ്ഞു മാറുന്ന സമയമാണെന്നും ഇടവക്കൂറുകാരുടെ കാര്യമാണ് ഈ പറയുന്നത്. മകേരത്തിൻ്റെ അര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് മംഗല്യം വളരെയധികം പെട്ടെന്ന് നടക്കുന്നതിനും മംഗല്യകാര്യങ്ങളിൽ തീരുമാനമാകുന്നതിനും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാകുമെന്നും സന്താനങ്ങളെക്കൊക്കെ ഗുണങ്ങളുണ്ടാകുമെന്നും അതുപോലെ തന്നെ
ഭൂമി വിൽപ്പനയോ ഭൂമി വാങ്ങുന്നതിനോ വീട് ഫ്ലാറ്റുകളൊക്കെ വാങ്ങുന്നതിനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള കാര്യങ്ങൾ അടുത്തു വരുമെന്നും സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധി ഉണ്ടാകുന്നുവെന്നും അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന ആനുകൂല്യങ്ങൾ വന്നു ചേരുമെന്നും കേസ് വഴക്കുകളിൽ നിന്നും നമുക്ക് ഒരു വിജയമുണ്ടാകുമെന്നും ബിസിനസ്സിൽ മേൽഗതി പ്രാപിക്കുമെന്നും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ തൊഴിൽ തിരികെ കിട്ടുമെന്നും മനസ്സിന് സന്തോഷം ധൈര്യം എന്നിവ വർദ്ധിക്കുമെന്നും ഇഷ്ടപ്പെട്ട തൊഴിലേക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും മാറ്റം വരുമെന്നും മികച്ച വിജയം എല്ലാ മേഖലകളിലും കൈവരിക്കാൻ സാധിക്കും എന്നും ജ്യോതിശാസ്ത്ര പ്രകാരമായി നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ആർക്ക്? കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തിൻ്റെ അരക്കാർക്കുടെ ഫലസിദ്ധിയ പറഞ്ഞ് അവരുടെ സ്ഥാനവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം ഇത്രയും ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഇടവ കൂറുകാർക്ക് ഈ രാശിമാറ്റം, വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ഡിസംബർ മാസം 4 മുതൽ അല്ലെ ഡിസംബർ 1 മുതൽ വരാൻ പോകുന്ന ഫലസിദ്ധിയാണ്. ഈ 14 ദിവസമുള്ള നമ്മൾ വീഡിയോ എടുക്കുന്നത് വെച്ച് 2 ആഴ്ചയും കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്നത് കേതുവും ദോഷസ്ഥാനത്താണ്. നിങ്ങൾക്ക് 4ാം ഭാവമായിട്ടുള്ള ഗൃഹസ്ഥാനത്തും അതുപോലെ തന്നെ വാഹനസ്ഥാനത്തുമാണ്. അപ്പോൾ ഗൃഹത്തിൽ കലഹങ്ങൾ, വാഹനം കൊണ്ടുള്ള അബദ്ധങ്ങൾ, കർമ്മരാശിയിൽ രാഹു നിൽക്കുന്നതിനാലുള്ള ദുരിതങ്ങളും നിങ്ങൾക്ക് ബാധിക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ധനത്തിൻ്റെ അധിപൻ കുറച്ചു കാലം കൂടെ ബുധൻ വന്നിട്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ധനപുരോഗതി, ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാജഗോപാല മന്ത്രാർച്ചന നടത്തുകയും വീട്ടിൽ തന്നെ ഒരു ഗണപതി ഹോമം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യാൻ പറ്റുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യാനും നാഗദൈവ പ്രീതി വരുത്താനും ഇടവ കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നു. അപ്പം ഇത് കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത് നമ്മൾ രാശിക്കാരുടെ പറയാൻ പോകുന്നത് തുലാ കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേട്ടത്തിൻ്റെ അവസ്ഥ, വ്യാഴത്തിൻ്റെ രാശിമാറ്റം നേരിട്ട് ബാധിക്കുന്ന നക്ഷത്രക്കാരിൽ വരുന്നവരാണ് ഇവർ. നേരത്തെ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും അതിനകത്ത് ഇടവക്കൂറിൻ്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് ധനസ്ഥാനത്തോട്ടാണ് മാറുന്നത്, കേന്ദ്രസ്ഥാനത്തോട്ടല്ല മാറുന്നത്. ധനമാണല്ലോ എല്ലാത്തിൻ്റെ ഒരു ഘടകം. അപ്പം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ജന്മത്തിൽ നിങ്ങളുടെ കൂടെ ബുധൻ, ധനസ്ഥാനത്ത് ശുക്രൻ, ചൊവ്വ, സൂര്യൻ, കുടുംബസ്ഥാനത്ത് ആരുമില്ല, ഗൃഹം വാഹനസ്ഥാനത്ത് ആരുമില്ല, 5ാം ഭാവമായിട്ടുള്ള മനസ്സിൻ്റെ സ്ഥാനം, സന്താനത്തിൻ്റെ സ്ഥാനത്ത് രാഹു, 6 ശത്രുസ്ഥാനം രോഗസ്ഥാനത്ത് ശനി, 7ാം ഭാവം മംഗല്യസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് ആരുമില്ല, അഷ്ടമസ്ഥാനം ആയുഷ്യസ്ഥാനം ആരുമില്ല, ഭാഗ്യസ്ഥാനത്ത് നോട്ട് ചെയ്യുക വ്യാഴം, കർമ്മരാശിയിൽ ആരുമില്ല, ലാഭസ്ഥാനത്ത് കേതു, 12ൽ ആരുമില്ല. ഇതാണ് നിങ്ങളുടെ ഈ മാസത്തിലെ അവസ്ഥ. തുലാക്കൂറിൽ വരുന്ന ചിത്തിരയാര, ചോതി, ഇവിടെ എഴുതി എല്ലാവരും പറഞ്ഞു ഇതൊന്ന് പറയുമ്പോൾ ഇന്ന് എഴുതണമെന്ന് പറഞ്ഞു. ചിത്തിരയാര, ചോതി, വിശാഖത്തിൻ്റെ മുക്കാല്, ഇത്രയും നക്ഷത്രക്കാരുടെ ഫലസിദ്ധിയാണ് ഞാനിപ്പോൾ പറയുന്നത്. എഴുതി വെച്ചുകൊള്ളുക. നിങ്ങൾക്ക് പല വിധത്തിൽ ഉള്ള ഗുണഫലങ്ങളാണ് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷങ്ങളുടെ, ഗ്രഹങ്ങളുടെ പരിഹാരവും പറയും, ഗുണങ്ങളും പറയും. അപ്പം ബന്ധുക്കളുമായി സമാഗമം ഉണ്ടാകാനും പ്രവർത്തന വിജയം കൈവരിക്കാനും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും വിവാഹാദി മംഗളകാര്യങ്ങളും നിശ്ചയം പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് നടക്കാനും മംഗല്യം തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് മംഗളകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ ശ്രമിക്കുന്ന എല്ലാവർക്കും ബിസിനസ് അനുകൂലമായിട്ട് വരുമെന്നും ഗൃഹങ്ങൾ മോടി പിടിപ്പിക്കാനും പുതിയ വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും പ്രേമസാഫല്യം, പ്രേമവിവാഹം, അതുപോലെ തന്നെ പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരുമെന്നും വീട്ടുകാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമായിട്ടും പലവിധത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ആശ്വാസം വരുമെന്നും തൊഴിൽ പുരോഗതി ഉണ്ടാകുമെന്നും തൊഴിലിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും തൊഴിൽ മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും വിജയകരമായി സംഭവിക്കുമെന്നും അതുപോലെ തന്നെ ആധ്യാത്മിക വിഷയങ്ങളിൽ നല്ല രീതിയിലുള്ള താല്പര്യം വർദ്ധിക്കുമെന്നും തീർത്ഥാടനങ്ങളൊക്കെ പോകാൻ സാധിക്കുമെന്നും പുതിയ സുഹൃത്ത് ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് വരാനും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നമുക്ക് കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നും കടം മേടിക്കുക, കടം കൊടുക്കുക, ഈ 2 കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണമെന്നും കുട്ടികൾ ഏർപ്പെടുന്ന അല്ലെങ്കിൽ മുതിർന്നവർ ഏർപ്പെടുന്ന ഏത് വിധത്തിലുള്ള പരീക്ഷകളിലും മത്സര വിജയങ്ങളിലും ഒരു സാധ്യത കാര്യമായിട്ട് കാണുന്നുണ്ട്. പൂർവികമായിട്ട് കിട്ടാനുള്ള സ്വത്തിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നും മനസ്സിലുണ്ടായിരിക്കുന്ന പലവിധ വിഷമതകളും വിട്ടൊഴിഞ്ഞു മാറുമെന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടുമെന്നും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിഞ്ഞു മാറുമെന്നും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ വരുമെന്നും കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഗുണഫലങ്ങളും പറയുന്ന ഒരു മാസം ഡിസംബർ മാസം പറയുന്നു. ദോഷസ്ഥാനത്ത് നിൽക്കുന്നത്
നിങ്ങൾ ലാഭസ്ഥാനമായിട്ടുള്ള രാശിയിൽ കേതു ഉണ്ട്. അത് നേരത്തെയും പറഞ്ഞുകൊണ്ടിരിക്കുക, മാറ്റമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ലാഭം എന്ന് പറയുന്ന ഒരു കാര്യം, ആ സ്ഥാനത്ത് കേതു നിൽക്കുന്നതിനാൽ കേതുവിൻ്റെ ദോഷം മാറാൻ, കേതു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, അപ്പം സർപ്പത്തിൻ്റെ വാലിനെയാണ് കേതു എന്ന് പറയുന്നതെന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് വെട്ടിയിൽ ഒന്ന് രാഹു എന്ന് കേതു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ രണ്ടുപേരും ഓരോരോ നാഗങ്ങളായിട്ടാണ് പറയുന്നത്. നാഗദൈവങ്ങൾക്ക് പ്രീതി വരുത്തുന്നതിന് വേണ്ടി കരിക്ക്, പാല്, മഞ്ഞൾപ്പൊടി, അഭിഷേകങ്ങൾ, പാൽപ്പായസ നിവേദ്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് സർപ്പം പൂജകൾ, സർപ്പപ്പാട്ടുകളൊക്കെ ചെയ്യുക. മഞ്ഞൾപ്പൊടി നിങ്ങൾ കുറച്ച് നെറ്റിയിൽ ധരിക്കുക, അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദമൊക്കെ കിട്ടുമല്ലോ, പൂജ കഴിഞ്ഞെടുത്തു നിന്ന് കിട്ടുന്ന പ്രസാദം ചെറിയൊരു പൊതിയൊക്കെ ആക്കി നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലൊക്കെ സൂക്ഷിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. കേതു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ലാഭസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗണപതി ഭജനം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുമെന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനമായിട്ടുള്ള സന്താനത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷം മാറാൻ നേരത്തെ പറഞ്ഞ നാഗപ്രീതി തന്നെയാണ് ഏറ്റവും നല്ല വഴിപാടായിട്ട്. ബുധൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതകപ്രകാരം ഭാഗ്യത്തിൻ്റെ അധിപനാണ്. ആർക്ക്? ചിത്തിരാരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക് 12ന്റെ അധിപനും കൂടിയാണ്. ഭാഗ്യത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വിഷ്ണു അവതാരമൂർത്തികളായിട്ടുള്ള ദേവതകളെ ഭജിച്ച് പ്രാർത്ഥിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ 2 കൂറുകാരുടെ ഫലസിദ്ധി നല്ല വിശദമായിട്ട് പച്ച മലയാളത്തിൽ മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പലരും കമൻറ്റിൽ അഭിപ്രായം പറയുന്നത് ചിലർക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ വീഡിയോയുടെ ലെങ്ത്ത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കൂറുകാർക്ക് വേണ്ടി ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇടണം. അതുകൊണ്ട് വലിയ പ്രയോജനമുള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ പറയുന്നത്. മൊത്തത്തിലൊരു കാര്യം കട്ട് ചെയ്തല്ല ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഒറ്റയടിക്കാണ് വീഡിയോ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 2 കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് ഇവിടെ 1 by 1 നോട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ മകരക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. മകരക്കൂറിൽ വരുന്നത് ആരൊക്കെയാ? ഇതങ്ങ് വായിച്ചേക്കാം. മകരക്കൂറിൽ വരുന്നത് നിങ്ങൾക്കറിയാം, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് ഇവിടെ എഴുതിയേക്കാം. എന്നാലും പറഞ്ഞ ആൾക്കാർക്ക് അറിയാൻ വയ്യാന്ന് പറയുന്നുണ്ട്. ഉത്രാടത്തിൽ മുക്കാലും അവിട്ടം, ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം, അവിട്ടത്തിൻ്റെ അര. ഇനി അവരുടെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, വീഡിയോ വഴി ധനലാഭം വെച്ചുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും. പല ജ്യോതിഷം എന്ന് പറയുന്നത് പല ഊര് അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ അത് മനസ്സിൽ തറയത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ജ്യോത്സ്യന്മാരായി മാറണം. കാപഢ്യം പറഞ്ഞ് നിങ്ങളെ പറയുന്ന, ഞാൻ നല്ലവനും മറ്റുള്ളവർ മോശക്കാരെന്നല്ല പറയുന്നത്, കാപഢ്യമായിട്ട് ജ്യോതിഷം പറയുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ പോകരുത്. അങ്ങനെ പോകരുത്. ഇന്ന് എന്നോടൊരു സുഹൃത്ത് കുറച്ച് ദിവസമായി മുമ്പ് എന്നോടൊരു ദിവസം പറഞ്ഞു, ഞാൻ ഒരു 15-16 വയസ്സുള്ളപ്പോൾ ഒരു ജ്യോത്സ്യനെ കാണാൻ എന്നെ എൻ്റെ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പം 15-16 വയസ്സുള്ളപ്പോഴത്തേക്കിന് പഠന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടും, പിന്നെ അടുത്ത എന്ത് പഠിക്കണം എന്നൊക്കെ നോക്കിയാലാണ് പോയെങ്കിലും അവിടെ വെച്ച് ജ്യോത്സ്യൻ അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞ്, ഈ കുട്ടിക്ക് മംഗല്യം ഒരിക്കലും ശരിയപ്പെടത്തില്ല, മംഗല്യ ജീവിതം ഒരിക്കലും നല്ലതായി വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവർക്ക് 10-40 വയസ്സുണ്ട്. അന്ന് അവർ പറഞ്ഞത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞു വെച്ചിട്ട് അവർ കല്യാണം കഴിച്ചത് മുതൽ അതൊക്കെ ദുരിതമായിട്ടാണ്. അവർക്ക് എത്ര ഭർത്താവ് എന്തൊക്കെ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സംതൃപ്തി തോന്നുന്നില്ല. ഒരു വിരോധം, പുരുഷനോടൊരു വിരോധം തോന്നുക. അതിനുശേഷം ആദ്യത്തെ മംഗല്യയോഗം പോയി. അടുത്തത് അവർ 2ാമത് വീണ്ടും കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. അതും വേർപെട്ട് പോകേണ്ടതായിട്ട് വരുന്നു. 3ാമത്തെ കല്യാണം വീട്ടുകാർ ആലോചിക്കുന്നു, അവർക്ക് വേണ്ടാന്ന് തോന്നുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് അവരോട് ചോദിച്ചപ്പോൾ ഇവർ 2 പേരും കുഴപ്പക്കാരൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞു പോയി എന്ന് പറയും. അപ്പം ഞാനത് പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഒരാൾ ജ്യോതിഷം നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് തറയ്ക്കും. ഇതുപോലെ വേറൊരു കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് അവരെന്നെ കരഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞ്, എൻ്റെ മകന് ആയുസ്സില്ല തിരുമേനി എന്നൊരു ജ്യോത്സ്യം പറഞ്ഞു. കൂടി വന്നാൽ 16 വയസ്സ്, അതിൽ കൂടുതലൊന്നും പോകാൻ വഴിയില്ല. ആ കുട്ടിക്ക് 8-9 വയസ്സൊക്കെ ആയതേ ഉള്ളൂ. ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇയാളൊരു പൂജാരിയും കൂടെ ആയിരിക്കും. വീട്ടിൽ ചെന്നൊരു മൃത്യുഞ്ജയ ഹോമോ ഒക്കെ ചെയ്തൊരു 10,000 രൂപ ഇയാൾക്ക് മേടിക്കണം. പക്ഷേ ഈ അമ്മയുടെ മനസ്സ് ജീവിതകാലം മുഴുവൻ നീറും. ഈ നീറുന്ന ശാപം ഇയാൾക്ക് 1 ലക്ഷം ഓഡിയോ ജപിച്ചാൽ കിട്ടത്തില്ല. സന്താനത്തിന് ആയുസ്സിൻ്റെ ദോഷമുണ്ടെങ്കിൽ പറയേണ്ടതിനൊരു രീതിയുണ്ട്. ആയുർദോഷത്തിൻ്റെ ഒരു ഫലസിദ്ധി കാണിക്കുന്നുണ്ട്. അപ്പം
ഇതിന് മൃത്യുഞ്ജയ ഹോമം ചെയ്ത് മൃത്യുഞ്ജയ അർച്ചനയൊക്കെ ചെയ്തിരുന്നാൽ നല്ലതായിരിക്കും, കൂടുതൽ ഫലസിദ്ധിയിലേക്ക് പോകും എന്നൊക്കെ വേണമെങ്കിൽ അതിനെ അങ്ങനെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ കുട്ടി മരണപ്പെട്ടു പോകും, മറ്റേയാളോട് ശാപിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരിക്കലും മംഗല്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് ഓരോരുത്തർക്കും ഫലസിദ്ധിയായിട്ട് വരും. ഇപ്പം നമ്മൾ പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ അര നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിന്റെ രാശി മാറ്റം വന്നിരിക്കുന്നത് നേരെ 6-ാം ഭാവത്തിലേക്കാണ് രാശി മാറിയിരിക്കുന്നത്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇവിടെ നിൽക്കുന്ന ഭാവം ആണ് നമ്മൾ കണക്കൂട്ടുന്നത്. ചന്ദ്രാൽ നിങ്ങൾക്ക് 6-ാം ഭാവത്തിലേക്കാണ് രാശി മാറിയത് എങ്കിൽ പോലും നിങ്ങൾക്കുണ്ടാകുന്ന ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭത്തിന്റെ സ്ഥാനത്ത് ശുക്രനും ചൊവ്വയും സൂര്യനും സഞ്ചരിക്കുവാണ്. ഇപ്പൊ ഇവർക്ക് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും ഫലസിദ്ധി പറഞ്ഞു തരാം. നിങ്ങൾക്ക് ധനസ്ഥാനത്ത് ജന്മത്തിൽ ആരുമില്ല, ധനസ്ഥാനത്ത് രാഹു, കുടുംബസ്ഥാനത്ത് ശനി, ഗൃഹസ്ഥാനത്ത് ആരുമില്ല, 5-ാം ഭാവമായിട്ടുള്ള മനസ്സിന്റെ സ്ഥാനം സന്താന സ്ഥാനത്ത് ആരുമില്ല, ശത്രുസ്ഥാനമായ രോഗസ്ഥാനത്ത് നിൽക്കുന്നത് വ്യാഴം, 7 ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് ആരുമില്ല, അഷ്ടമ ആയുഷിന്റെ സ്ഥാനത്ത് കേതു, ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല, കർമ്മസ്ഥാനത്ത് ബുധൻ, ലാഭസ്ഥാനത്ത് ശുക്രൻ, ചൊവ്വ, സൂര്യൻ. ഇത്രയും ഫലസിദ്ധി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടെങ്കിലും വളരെയധികം ഗുണഫലങ്ങൾ വരാൻ പോവാണ്. കാര്യം ശുക്രൻ, സൂര്യൻ, അതുപോലെ തന്നെ ചൊവ്വ നിങ്ങൾക്ക് ലാഭം. നിങ്ങൾക്ക് ശുക്രൻ യോഗത്തിന്റെ കാര്യങ്ങളും കൂടാ. പക്ഷേ വ്യാഴം 6-ാം ഭാവത്തിൽ പോയതുകൊണ്ട് ചിലർ പറയും നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചോണമെന്ന് പറയുന്ന ഒരു സമയം വരും. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം തെളിവുൾപ്പെടെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. യോഗകാരകത്വം വഹിച്ചിരിക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് വർഷത്തിലൊരിക്കലേ വരത്തുള്ളൂ, അതാണ് ഈ മാസം. നിങ്ങൾക്ക് സൂര്യൻ ലാഭസ്ഥാനത്തേക്ക് വരുന്നത് ഈ ഒരു മാസത്തിലായിരിക്കും. നിങ്ങൾക്ക് ചൊവ്വ ലാഭസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്, നിങ്ങളുടെ 4-ാം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള ആള്. അപ്പോൾ അതിൻ്റെ ഫലസിദ്ധിയായിട്ട് പറയുന്നത് ഒരുപാട് ഫലസിദ്ധി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന അവർക്ക് ഏറ്റവും സന്താനയോഗം ഉണ്ടാകുന്നു, ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകുന്നു, ബന്ധുക്കളിൽ നിന്നും ഒരുപാട് ഗുണഫലങ്ങൾ, ധനപരമായിട്ടുള്ള പുരോഗതി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും, കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി നേടുന്നതിനുള്ള സമയമാണെന്നും, സന്താനങ്ങൾക്ക് പുരോഗതി, ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം മുന്നോട്ട് നടക്കുന്നതിനുള്ള അവസരം വന്നു ചേരുമെന്നും, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഭാവം പറയുന്നുണ്ട്. അതല്ല നമ്മൾ പറയേണ്ട കാര്യമില്ലെങ്കിലും അങ്ങനെ തന്നെ ആണ് കാണിക്കുന്നത്. ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ടെന്നും, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും കുടുംബസൗഖ്യം വന്നു ചേരുമെന്നും, വിവാദപരമായിട്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കുമെന്നും, വാഹനം മാറ്റിവാങ്ങുന്ന കാര്യം ആലോചനയിൽ വരുമെന്നും, പിതൃസ്വത്ത് കൈവന്നു ചേരുമെന്നും, സന്താന ഗുണം വർദ്ധിക്കുമെന്നും, അതുപോലെ തന്നെ നമുക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർക്കാർ വഴി സാധ്യതയുള്ള ജോലികൾക്ക് നിങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അതിന് അനുകൂലമായിട്ട് വരുമെന്നും, അതുപോലെ തന്നെ വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ പ്രായമായവർക്കാണ് നിങ്ങളുടെ മക്കൾ വഴിയും, അതല്ല ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയും മംഗല്യയോഗം വരുമെന്നും, പ്രണയബന്ധങ്ങളൊക്കെ ഏർപ്പെട്ട് വരുമെന്നും, അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ സൗഖ്യം വന്നു ചേരുമെന്നും, ആരോഗ്യകരമായിട്ടുള്ള വിഷമതകളെല്ലാം ശമിക്കുമെന്നും, തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും, നേട്ടങ്ങൾ വർദ്ധിക്കുമെന്നും, അതുപോലെ തന്നെ വിദേശ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ഗുണമായിട്ട് വരുമെന്നും, സന്തോഷം വർദ്ധിക്കും, മാനസികാരോഗ്യം വർദ്ധിക്കും, ബന്ധുഗുണം ഉണ്ടാകും, യാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും, ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കുമെന്നും ഒക്കെ ഈ രാശിപ്രകാരമായിട്ട് നിങ്ങൾക്ക് ഫലസിദ്ധി പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വ്യാഴം ആരാണെന്ന് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. എപ്പോഴും നിങ്ങൾക്ക് ചന്ദ്രാൽ വ്യാഴം നിങ്ങൾക്ക് എപ്പോഴും 3-ാം ഭാവം കുടുംബത്തിന്റെ അധിപനും വിദേശത്തിന്റെ അധിപനും നഷ്ടത്തിന്റെ അധിപനും നാശത്തിന്റെ അധിപനുമായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ നിങ്ങൾ എപ്പോഴും യഥാർത്ഥത്തിൽ മഹാവിഷ്ണു ഭജനം സ്ഥിരമായി ചെയ്യേണ്ട ഒരു നക്ഷത്രക്കാരാണ് ഉത്രാടത്തിന്റെ മുക്കാല്, തിരുവോണം അവിട്ടത്തല വരുന്നവർ ഏറ്റവും പ്രധാനമായിട്ട്. കാരണം വ്യാഴത്തിന്റെ നീചരാശിയും കൂടെയാണ് ഇത്. വ്യാഴം ഇവിടെ വ്യാഴം നിൽക്കുമ്പോൾ ജനിച്ചവർ പോലും ദോഷമാണ്. അപ്പൊ സ്ഥിരമായി വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ജാതകക്കാരാണ് നിങ്ങളെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. 2-ാം ഭാവം കുടുംബസ്ഥാനവുമായി ഒരു ബന്ധം കൊണ്ടുണ്ട്, നമ്മുടെ പൂർവീയ കുടുംബ ബന്ധവും ഉള്ളതുകൊണ്ട്, അവിടെ രാഹുവിന്റെ സ്ഥിതി ഉള്ളതുകൊണ്ടും കുടുംബദേവതാ ക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതി വരുത്തുകയും ആയുഷിന്റെ വർധനാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ആപത്തുകൾ വിട്ടൊഴിഞ്ഞു മാറാനും നാഗദൈവ പ്രീതിയും ഗണപതി ഹോമം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കാം. കണ്ടകശനി ദോഷമില്ലെങ്കിലും നിങ്ങൾക്ക് ശനിയാണ് നിങ്ങളുടെ ജാതകത്തിന്റെ ഈ രാശിയുടെ അധിപൻ. അപ്പം നിങ്ങളുടെ രാശിയാധിപനായിട്ടുള്ള ശനിക്ക് മാസത്തിലൊരിക്കൽ ഒരു നീരാഞ്ജനം വിളക്കോ ഹനുമാൻ സ്വാമി പൂജകളോ ചെയ്ത് പ്രാർത്ഥിക്കാനുമാണ് ഫലസിദ്ധിയായിട്ട് പറയുന്നത്. ഇത്രയും പേരുടെ ഫലസിദ്ധിയാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അതുകൂടാതെ
നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു രാശി മാറ്റം എന്ന് പറയുന്നത് ഇവരുടെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നേരായ രേഖയിലൂടെ ഉള്ളവരുടെ കാര്യങ്ങളെല്ലാം പറയാൻ പോവാണ്. കുംഭക്കൂറുകാരുടെ ഫലമാണ് അടുത്തതായിട്ട് പറയുന്നത്. കുംഭത്തിൽ ആരൊക്കെയാ ഉള്ളത്? അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ പൂരുരുട്ടാതി മുക്കാലിൽ പ്രധാനമായിട്ട് നമ്മൾ പൂരുരുട്ടാതി മുക്കാല്, ഇവിടെയാണ് ഇപ്പൊ ശനി നിൽക്കുന്നത്. പൂരുരുട്ടാതി മുക്കാല്, അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി മുക്കാലിൽ അതിൽ ചതയം നക്ഷത്രത്തിലാണ് നിലവിൽ രാഹുവിന്റെ സഞ്ചാരം നടക്കുന്നത്. രാഹുവിന്റെ സഞ്ചാരം, ഇദ്ദേഹം അവിട്ടത്തിലൂടെ ചതയത്തിലേക്ക് വന്നിരിക്കുകയാണ് രാഹു. അത് കഴിഞ്ഞാൽ പൂരുരുട്ടാതിയിലേക്ക് മാറും. ആര്? രാഹു. അല്ല സോറി, തിരിച്ച് പൂരുരുട്ടാതിയിലാണ് വന്നത്, ചതയത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇതിനി അവിട്ടത്തിന്റെ അരയിലേക്കാണ് അടുത്ത ഒരു കുറച്ച് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കിന് രാഹുവിന്റെ സഞ്ചാരം മാറാൻ പോകുന്നത്. ഇപ്പം അത് നമ്മൾ നോക്കുന്നില്ല. നിങ്ങളുടെ സമയം അനുസരിച്ച് ധനസ്ഥാനത്ത് ശനി, 3-ാം ഭാവം കുടുംബസ്ഥാനത്ത് ആരുമില്ല, 4-ാം ഭാവമായിട്ടുള്ള ഗൃഹസ്ഥാനത്ത് വാഹനസ്ഥാനത്ത് ആരുമില്ല, മനസ്സിന്റെ സ്ഥാനം സന്താനത്തിന്റെ സ്ഥാനമായിട്ടുള്ളിടത്ത് വ്യാഴം, 6 ശത്രുസ്ഥാനം രോഗസ്ഥാനം ആരുമില്ല, ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് കേതു, അഷ്ടമത്തിൽ ആരുമില്ല, ഭാഗ്യസ്ഥാനത്ത് ബുധൻ, കർമ്മരാശിയിൽ ശുക്രൻ, ചൊവ്വ, സൂര്യൻ. കർമ്മരാശി എന്ന് വെച്ചാൽ നമ്മുടെ തൊഴിൽ രാശിയാണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഈ തൊഴിൽ രാശിയിൽ വന്നിട്ട് ശുക്രനും ചൊവ്വയും സൂര്യനും കൂടി ഒരുമിച്ച് യോഗം ചേർന്ന് നിൽക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ ലാഭസ്ഥാനത്ത് ആരുമില്ല, നഷ്ടസ്ഥാനത്ത് ആരുമില്ലാത്തതിനാൽ നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴത്തിന്റെ ദൃഷ്ടി നേരെ ഇങ്ങോട്ട് പതിയുന്നതിനാൽ നിങ്ങൾക്ക് ബാധിച്ചു നിൽക്കുന്ന എല്ലാവിധത്തിലുള്ള കഷ്ടതകളും നീങ്ങിപ്പോകുന്ന ഒരു മാസമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. കഷ്ടതകൾ നീങ്ങുക, അതുപോലെ തന്നെ ധനപുരോഗതി കൈവരിക്കുക, അതുപോലെ തന്നെ നമുക്ക് ബുധന്റെ ഒരു ഭാഗ്യസ്ഥാനത്തിലേക്കുള്ള വരവ് കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വിദ്യാപുരോഗതി ഉണ്ടാവുക, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഗുണഫലങ്ങളും വന്നു ചേരും. ഭാഗ്യം കൊണ്ട് പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ, പിതൃസ്വത്ത് കിട്ടുന്ന കാര്യങ്ങൾക്കെല്ലാം ആനുകൂല്യം കാണുന്നുണ്ട്. ശുക്രൻ, ചൊവ്വ, സൂര്യൻ എന്നിവ വന്നിരിക്കുന്നതിനാൽ സൈന്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ, പ്രമോഷന്, ധനലാഭങ്ങൾ, അതുപോലെ തന്നെ കൈ നിറയെ പണങ്ങളൊക്കെ വന്നു ചേരാനൊക്കെയുള്ള സാധ്യതയാണ് കർമ്മഭാവത്തെ കൊണ്ട് പറയുന്നത്. അപ്പോൾ തൊഴിൽ ചെയ്യുകയാണെങ്കിലോ കർമ്മ പുരോഗതി ചെയ്യുന്ന കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അനുരൂപമായിട്ടുള്ളൊരു നേട്ടഭാവമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാലും മംഗല്യസ്ഥാനമായിട്ടുള്ള 7-ാം ഭാവത്തിലും ഐശ്വര്യസ്ഥാനമായിട്ടുള്ള 7-ാം ഭാവത്തിലും കേതുവിന്റെ സ്ഥിതി ഉള്ളതിനാലും നിങ്ങൾ നാഗദൈവ പ്രീതി വരുത്തുകയും ശിവക്ഷേത്രത്തിൽ കൂവളത്തിന്റെ മാല, ജലധാര, അതുപോലെയുള്ള പുഷ്പാഞ്ജലികളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും രാഹുവിന്റെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറാൻ ഏറ്റവും ഉത്തമമാണ്. കേതുവിന്റെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറാൻ ഗണപതി ഹോമം ചെയ്യുകയും നാഗദൈവ പ്രീതി വരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ജാതകപ്രകാരം കുംഭലഗ്നാധിപനായിട്ടുള്ള ശനി നിങ്ങൾക്ക് ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ധനപുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി പൂജയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് കാണുന്നത്. അവിട്ടത്തിന്റെ അര, ചതയം, പൂരുരുട്ടാതി മുക്കാല്, ഇത്രയും കാര്യം ദോഷപരിഹാരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങൾക്കും മോചനമാകും എന്നുള്ളതാണ് കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മീനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ്. ഈ വരുന്ന രാശിമാറ്റം, വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ടും ഡിസംബർ 5, ഡിസംബർ 1 മുതലുള്ള ഫലസിദ്ധി എന്ന് പറയുന്നത് ജന്മത്തിൽ ശനി, അതുപോലെ തന്നെ 2-ാം ഭാവം ധനസ്ഥാനത്ത് ആരുമില്ല, 3-ാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്ത് ആരുമില്ല, 4-ാം ഭാവമായിട്ടുള്ള ഗൃഹം വാഹനസ്ഥാനത്ത് വ്യാഴം, 5-ാം ഭാവം മനസ്സിന്റെ സ്ഥാനത്ത് സന്താനസ്ഥാനത്ത് ആരുമില്ല, ശത്രു രോഗസ്ഥാനത്ത് കേതു, 7-ാം ഭാവത്തിൽ നമുക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആരുമില്ല, മംഗല്യസ്ഥാനം ഐശ്വര്യസ്ഥാനം, അഷ്ടമരാശിയായിട്ടുള്ള തുലാൻ രാശിയിൽ ബുധൻ, നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് ശ്രദ്ധിച്ചോളുക, ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ, ചൊവ്വ, സൂര്യൻ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്നു. കൂടാതെ കേന്ദ്ര രാശിയിലായിട്ടുള്ളിടത്ത് വ്യാഴം സഞ്ചരിക്കുന്നു. ഈ ഒരു അനുകൂല സമയം കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് ആരുമില്ല, കർമ്മത്തിൻ്റെ അധിപതിയാണ് വ്യാഴം, കർമ്മരാശിയിലേക്ക് നോക്കുന്ന സമയം കൂടിയാണ്. കർമ്മ പുരോഗതി, ധനപുരോഗതി എല്ലാം വന്നു ചേരുന്ന സമയമാണ്. അതാ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കും, വ്യാഴത്തിൻ്റെ ദൃഷ്ടി, പൂർണ്ണ ദൃഷ്ടി 7-ലേക്ക് വരും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ പറഞ്ഞിരിക്കുന്നതിനകത്ത് ധനുവിൻ്റെ കാര്യം പറഞ്ഞിരുന്നുണ്ട്, 7, 4, 7, 10. അപ്പം വ്യാഴത്തിന് ഇവിടെ നിന്നുകൊണ്ട് ധനുവിലേക്ക് നോക്കുമ്പോൾ മീനക്കൂറുകാരുടെ കർമ്മഭാവമായിട്ടുള്ള 10-ാം ഭാവത്തിൽ നേട്ടം വരുമ്പോൾ കർമ്മം എന്നാൽ പ്രവൃത്തി, തൊഴിൽ,
ഇതൊരു നിസാര ഭാവമല്ല. എന്നെ വിളിക്കുന്ന 99% ആളുകളും അവരുടെ തൊഴിലിൻ്റെ പുരോഗതിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ കർമ്മരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ചിലർ സ്ഥലം മാറിപ്പോകാനായിരിക്കും, വേറെ രാജ്യത്തേക്ക് മാറാൻ ശ്രമിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു നേട്ടം ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെ എന്ത് ഭാവത്തിലാണോ നിങ്ങൾ ചെയ്യുന്ന കർമ്മം, പ്രവൃത്തി, തൊഴിൽ, ഈ ഭാവങ്ങളിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ മീനക്കൂറുകാർക്ക് അത്യപൂർവമായിട്ടുള്ള കർമ്മപുരോഗതി വന്നു ചേരാനും, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശുക്രന്റെ സ്ഥിതിയും ചൊവ്വയുടെ സ്ഥിതിയും സൂര്യന്റെ സ്ഥിതിയും വന്നിരിക്കുന്നതിനാൽ ഭാഗ്യം കൊണ്ട് പല വിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയും വളരെയധികം ബലപ്പെട്ട് നിൽക്കുന്നുണ്ട്. 9ാം ഭാവം പിതാവിൻ്റെ രാശിയുമായി പെട്ടും പിതാവിൻ്റെ കുടുംബവുമായിട്ട് ചിന്തിക്കണമെന്നും പറയുന്നുണ്ട്. അവിടെ ശുക്രൻ വന്നാൽ, ചൊവ്വ ഭൂമിയുടെ കാരകൻ, ശുക്രൻ ധനത്തിൻ്റെ കാരകൻ, സൂര്യൻ നിങ്ങൾക്ക് 6ാം ഭാവമാണ്, ശത്രുവാണ്. എങ്കിൽ പോലും അശുഭകരമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സാധ്യത പറയുന്ന ഒരു മാസമായിട്ടും കൂടി നമുക്ക് ഈ വരുന്ന വൃശ്ചിക മാസം കഴിഞ്ഞു വരുന്ന, വൃശ്ചിക മാസത്തിൻ്റെ പകുതിയോടുകൂടി വരുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഡിസംബർ 5, ഡിസംബർ 1 മുതലുള്ള കാലഘട്ടത്തെ സമയം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആനുകൂല്യങ്ങൾ വരുന്നതിനാൽ ഭാഗ്യം വർദ്ധിക്കുക, ഗൃഹം മൂടി പിടിപ്പിക്കുക, ഗൃഹത്തിൽ മാറ്റങ്ങൾ വരുത്തുക, ഗൃഹോപകരണങ്ങൾ മാറ്റി മേടിക്കാൻ സാധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും കർമ്മപുരോഗതി വർദ്ധിക്കുന്ന എല്ലാവിധത്തിലുള്ള ആനുകൂല്യ ഫലങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ദോഷമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്നത് 6ാം ഭാവമായിട്ടുള്ള ശത്രുസ്ഥാനം, രോഗസ്ഥാനം. ഇവിടെ കേതു നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള രോഗ അരിഷ്ടതകൾ നിൽക്കും. മരുന്ന് ചെയ്താൽ അതിനൊരു ഫലസിദ്ധി ഉണ്ടാകാത്ത ഒരു സമയം. 12ലെ രാഹു നിങ്ങൾക്ക് പാഴ്ചെലവുകൾ വർദ്ധിക്കുക, നിങ്ങൾ വിചാരിക്കുന്ന ചെലവിൽ അപ്പുറത്തേക്ക് ചെലവുകൾ മാറിപ്പോകുന്ന അവസ്ഥ, അത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതലും വരുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളികൾക്കോ നിങ്ങളുടെ സന്താനങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ വഴിയായിരിക്കും നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ചെലവ് വർദ്ധിക്കും. അതിന് നാഗദൈവങ്ങൾക്ക് വഴിപാട് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം ബന്ധുക്കൾക്കും നിങ്ങൾക്കെല്ലാവർക്കും രോഗശാന്തി ഉണ്ടാവുകയും അവിടെ ധനം നഷ്ടം വരാൻ പോകുന്ന കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഹേതുവില്ലാതെ വരുന്ന കാര്യങ്ങളിലൊന്നും പോയി തലയിടാൻ പോകാതിരിക്കുക, പ്രശ്നങ്ങൾ വരുന്ന ഭാഗങ്ങളിലോട്ടൊന്നും പോകാതിരിക്കുക, അടിയും വഴക്കും നടക്കുന്നിടത്തോട്ട് പോയി തലയിടാതിരിക്കുക, മധ്യസ്ഥം പറയാൻ പോകുന്ന സ്വഭാവമുള്ളത് നിർത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനക്കൂറുകാർക്ക് ഈ പറയുന്ന കാര്യം വളരെയധികം നല്ലതാണ്. നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, ഗണപതി ഹോമം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക, വിഷ്ണു പൂജ ചെയ്യുക സ്ഥിരമായിട്ട്. അപ്പോൾ ഇത്രയും പേരുടെ ഫലസിദ്ധി പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്കിനി ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഫലം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വൃശ്ചിക കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. വൃശ്ചിക കൂറിൽ വരുന്നവർ ശുക്രൻ, ചൊവ്വ, സൂര്യൻ നിൽക്കുന്നു. വിശാഖത്തിൻ്റെ കാല്, അനിഴം, തൃക്കേട്ട വരുന്നവർക്ക് ജന്മരാശിയിൽ ശുക്രൻ, ചൊവ്വ, സൂര്യൻ. അപ്പോൾ ധനസ്ഥാനത്ത് ആരുമില്ല, കുടുംബസ്ഥാനത്ത് ആരുമില്ല, ഗൃഹസ്ഥാനം വാസസ്ഥാനമായിട്ടുള്ളിടത്ത് രാഹു, മനസ്സിൻ്റെ സ്ഥാനം സന്താനസ്ഥാനത്ത് ശനി, 6 ശത്രു ആരുമില്ല, 7 ഭാര്യ ഐശ്വര്യസ്ഥാനം ആരുമില്ല, 8 ആയുഷിൻ്റെ സ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ സ്ഥിതി. ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല, കർമ്മരാശിയിൽ കേതു, 11ൽ വന്നിട്ട് ആരുമില്ല, 12ൽ ബുധനായി നിൽക്കുന്ന ഒരു ഡിസംബർ മാസമാണ് നിങ്ങളെ തേടി നിൽക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ആനുകൂല്യ ഫലസിദ്ധി പറയുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ അധിപതിയായിട്ടുള്ള സൂര്യൻ നിങ്ങളുടെ രാശിയിൽ വന്നിരിക്കുന്നു. കർമ്മത്തിൻ്റെ അധിപൻ ജന്മരാശിയായ ചൊവ്വയുടെ രാശിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ തൊഴിൽ നേട്ടം, തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾക്കെല്ലാം മാറ്റം, അതിവിടെ നോക്കിക്കൊണ്ട് തന്നെയല്ലേ പറയുന്നത്. കർമ്മത്തിൻ്റെ അധിപൻ, ഇതിൻ്റെ അധിപൻ സൂര്യനാണ്, ഈ രാശിയുടെ അധിപൻ. ഇയാൾ ഇതാ ഇവിടെ നിൽക്കുവാണ് നിങ്ങളോടൊപ്പം. വിശാഖത്തിൽ കാല്, അനിഴം, തൃക്കേട്ടക്കാർക്ക് തൊഴിൽ പുരോഗതി, സർക്കാർ ജോലി, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ആനുകൂല്യം വരുന്ന സമയമാണെന്നും, ചൊവ്വയുടെ ഫലസിദ്ധി നിങ്ങൾക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുക, അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാക്കല്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് തൊഴിലാളികൾ മുതൽ ബ്രോക്കർമാർ മുതൽ വീട് വിൽക്കുക, മേടിക്കുക എന്ന് പറയുന്ന ആളുകൾ ഉൾപ്പെടെ, അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിന് ജോലി ചെയ്യുന്നവരും പെട്രോളിയം വകുപ്പിൽ ജോലി ചെയ്യുന്നവരും ബിൽഡിങ്ങിൽ ഇലക്ട്രിസിറ്റി ചെയ്യുന്നവർക്കും ഇലക്ട്രിസിറ്റിയുമായിട്ടും കറണ്ടുമായിട്ടും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നേട്ടം പറയുക. അവരിൽ ശുക്രനും കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. പൈസ വന്ന് വാരി കോരി പൈസ കയ്യിൽ വരും എന്നുള്ള ഒരു മാസമാണ് വൃശ്ചിക കൂറുകാർക്ക് പറയുന്നത്. പക്ഷേ
നിങ്ങൾ മനസ്സിലാക്കണം, ധനത്തിൻ്റെ അധിപനും മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം അഷ്ടമരാശിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഈ ഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങൾ ശുഭം അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പാളിച്ചയായിട്ട് നിൽക്കുന്ന ഗ്രഹം വ്യാഴമായതിനാൽ വ്യാഴപ്രീതി വരുത്തുന്നതിന് വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ഭജനം, വിഷ്ണു പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. ഗൃഹസ്ഥാനത്തിൻ്റെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് രാഹുവിന് വേണ്ടിയിട്ടുള്ള നാഗദൈവ പ്രീതി വരുത്തുക. കർമ്മരാശിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാൻ ഗണപതി ഹോമം ചെയ്തിട്ട് ഗണപതിക്ക് കറുകമാല, ഇവരാണ് കറുകമാല ചാർത്തേണ്ടവർ. കറുകമാല, മുക്കുറ്റിമാല, മോദകം, ഉണ്ണിയപ്പം പോലുള്ള നിവേദ്യം വഴിപാടുകളൊക്കെ നടത്തി നെയ്യൊഴിച്ച് വിളക്കൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഒരു രാശിക്കാരാണ് വൃശ്ചികക്കൂറുകാർ. അനുകൂല ഫലങ്ങൾ വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ രാശിപ്രകാരം 12-ൽ ബുധൻ വരുന്നത്, ലാഭത്തിൻ്റെ അധിപൻ 12-ൽ വരുന്നത് വിദേശത്തുള്ളവർക്ക് ധനനേട്ടങ്ങൾ, തൊഴിൽ നേട്ടങ്ങൾ, തൊഴിലിൽ മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ. ഈ രണ്ട് ഗ്രഹങ്ങൾ എന്നല്ല, എപ്പോഴും നമ്മൾ രാഹുകേതുക്കൾ എന്ന് പറഞ്ഞാൽ അവർ പാപഗ്രഹങ്ങളാണ്. അവർ ഓരോരുത്തരുടെയും രാശികളിൽ ഓരോ മാറ്റങ്ങളായിരിക്കും. അത് പെട്ടെന്ന് മനസ്സിലാക്കി പറഞ്ഞു തരാം. തിരുമേനി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇവർക്ക് 1, 2, 3, 4, 5 മനസ്സിൻ്റെ സ്ഥാനം സന്താനത്തിൻ്റെ സ്ഥാനത്താണ്. ഇവർക്കെവിടെ ഗൃഹത്തിൻ്റെ സ്ഥാനത്താണ്. ഇവർക്കെവിടെ കുടുംബത്തിൻ്റെ സ്ഥാനത്താണ്. ഇവർക്കെവിടെയാണ് ധനത്തിൻ്റെ സ്ഥാനത്താണ്. ഇവർക്കെവിടെയാണ് 12-ലാണ്. തുലാക്കൂറുകാർക്ക് കേതു ലാഭസ്ഥാനത്താണ്. ഇവർക്കെവിടെയാണ് കർമ്മസ്ഥാനത്താണ്. പിടികിട്ടിയോ? നിങ്ങളുടെ ആ ഭാവങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ പരിഹരിക്കാൻ എപ്പോഴും നിങ്ങളുടെ ഏത് ഭാഗത്താണെന്നാണ് പറയുന്നത്. ഇവർക്ക് കർമ്മരാശി, തൊഴിൽ രാശി, തൊഴിലാനുകൂല്യങ്ങളും മെച്ചങ്ങളും എല്ലാം വരുമ്പോഴും കർമ്മരാശിയിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് ആ തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധി ചെയ്യുന്നില്ല. ഈ പറയുന്ന ഗുണം നോക്കിയിട്ട് ചിലർ മെസ്സേജ് ഇടും, ഇയാൾ ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കിത് വരുന്നില്ല. എൻ്റെ കാരണമായി പറഞ്ഞ സഹോദര, നിങ്ങൾക്ക് കർമ്മരാശിയിൽ കേതു നിൽക്കുന്നു. ഈ കേതുവിന് പറഞ്ഞിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ നിങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല. ആ പറയുന്നൊന്നും ചെയ്യുന്നില്ല. ഗുണം വരുമെന്ന് പറഞ്ഞ മാത്രം കേട്ടു, ദോഷം വരും ധ്യാനത്തിരിക്കുന്ന ഗ്രഹം പറഞ്ഞത് നമ്മൾ കേൾക്കാതിരുന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമല്ലേ, അത് സത്യമല്ലയോ? അഷ്ടമത്തിലേക്ക് വ്യാഴം മാറുക എന്ന് പറഞ്ഞാൽ കഷ്ടകാലം വരേണ്ട സമയമാണ്. ഇവരുള്ളത് കൊണ്ടാണ് നിങ്ങൾ കഷ്ടകാലം അനുഭവിക്കാത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ കഷ്ടകാലത്തിൻ്റെ കാര്യം അവിടെ നിൽക്കുകയാണ്. മറ്റുള്ളവർ കൈവിടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ വിഷ്ണു പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ഗണപതി ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നൊരു വിഷ്ണു പൂജയ്ക്ക് ഒരു കൂടി വന്നാൽ ഒരു 100-150 രൂപയിൽ കൂടുതലാവത്തില്ല. ഗണപതി ഹോമം സ്ഥിരമായിട്ട് ചെയ്യുന്ന അമ്പലങ്ങളിൽ കൂടി വന്നാൽ 100 രൂപയിൽ കൂടുതലാവത്തില്ല. മാസത്തിലോ ആഴ്ചയിലോ ഒരു 200 രൂപ മുടക്കാനില്ലയോ? ഉണ്ട്. ചെയ്യാനുള്ള മനസ്സില്ല എന്നുള്ളവർക്ക് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്തിട്ട് പറ ഞങ്ങൾക്ക് ദോഷം മാറിയില്ല എന്ന്. ചില അമ്പലങ്ങളിൽ പോയി ഷീട്ടാക്കത്തേ ഉള്ളൂ ചിലർ, അവിടെ നടക്കത്തൊന്നുമില്ല വഴിപാട്. ഷീട്ടാക്കിയിട്ട് നടക്കാത്ത അമ്പലങ്ങളിൽ പോയി ഷീട്ടാക്കിയിട്ട് വഴിപാട് നടത്തിയെന്ന് പറഞ്ഞാലും ഫലമാവത്തില്ല. അപ്പം അത് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി ചെയ്യുന്നിടത്ത് വഴിപാട് ചെയ്യിക്കുക. ചെയ്യുന്നില്ലയോ വഴിപാടിന് കൊടുക്കരുത്. ഞാനത് തന്നെ പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അപ്പുറത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ പോയി റെസിപ്റ്റ് എഴുതിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടത്തില്ല. പക്ഷേ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയാൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാകും. ഒരു മാല കൊണ്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവുകയാണ്, തിരുമേനി പറയുന്നു ഇപ്പോൾ പൂജാ സമയമാണ്, നിങ്ങൾ അവിടെ വെച്ചേക്കൂ. എല്ലാം അവിടെ വെച്ചിട്ട് പ്രസാദം മേടിച്ചിട്ട് പൊയ്ക്കോ, കയ്യിലിരിക്കുന്ന പൈസ ഭണ്ഡാരത്തിലിട്ടോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, വഴക്കിടാതെ പോവുക. അതല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി പൂജാരി അകത്ത് പോയി ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയിട്ട് ഒരു കുടം വെള്ളം അതിലേക്ക് സമർപ്പിച്ച് നിങ്ങളുടെ നെയ്യ് കൊണ്ടുവന്നതോ വെണ്ണ കൊണ്ടുവന്നതോ എണ്ണ കൊണ്ടുവന്നതോ വിളക്കിലൊഴിച്ച് തിരിയിട്ട് കത്തിച്ച് നിങ്ങളുടെ പേരും പറഞ്ഞ് പൂജ ചെയ്ത് ഒരു മണി എന്ന് കുലുക്കി ഒരു കർപ്പൂരം കത്തിച്ചിട്ട് കുറച്ച് നിങ്ങളുടെ ദേഹത്തോട്ട് അകത്തുനിന്ന് ജലധാരയുടെ പ്രസാദം നിങ്ങളെ തളിച്ചിട്ട് നിങ്ങൾക്ക് അരച്ച ചന്ദനം നിങ്ങൾക്ക് പ്രസാദമായിട്ട് തരുക, ഭഗവാനെ ചാർത്തിയത്. ഉറപ്പായിട്ട് എഴുതി വെച്ചോ പേപ്പറിൽ ഫലമാണ്. അതല്ല, ഈ പറഞ്ഞ നേരെ വിപരീതമാണെങ്കിൽ ഫലം ഉണ്ടാകാത്തതിന് പൂജാരിയെ കുറ്റം പറഞ്ഞിട്ടോ ജ്യോത്സ്യനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുന്നത് ഇങ്ങനെയും കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇയാൾ ഇത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഫലം പറഞ്ഞാൽ മാത്രം ഫലമാകത്തില്ല. ഫലത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ കണ്ടിട്ട് അവിടെ പോയി എന്നെ പറഞ്ഞിരുന്ന പരിഹാരം കൂടെ നമ്മൾ ചെയ്യാനുള്ള മനസ്ഥിതി കാണിക്കണം. ധനുക്കൂറുകാർ ജന്മത്തിൽ ആരുമില്ല, ധനസ്ഥാനത്ത് ആരുമില്ല, കുടുംബസ്ഥാനത്ത് രാഹു, ഗൃഹസ്ഥാനത്ത് ശനി, മനസ്ഥാനം സന്താനസ്ഥാനത്ത് ആരുമില്ല, 6-ാം ഭാവം ശത്രു, രോഗസ്ഥാനത്ത് ആരുമില്ല, മംഗല്യസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് വ്യാഴം, അഷ്ടമത്തിൽ ആരുമില്ല, ഭാഗ്യസ്ഥാനത്ത് കേതു, കർമ്മരാശിയിൽ ആരുമില്ല, ലാഭസ്ഥാനത്ത് ബുധൻ, നഷ്ടസ്ഥാനം നാശസ്ഥാനം വിദേശസ്ഥാനം ശുക്രൻ ചൊവ്വ സൂര്യൻ. നഷ്ടവും നാശവും വിദേശവും ചേരുന്ന 12-ാം ഭാവത്തിൽ. അപ്പോൾ അതിൻ്റെ ഫലസിദ്ധിയാണ് നമ്മൾ നിങ്ങളോട് പറയേണ്ടത്. ഇവർക്ക് കേതു എവിടെ വന്നു? ഭാഗ്യസ്ഥാനം.
രാഹു എവിടെ പോയി? 3-ാം ഭാവം, കുടുംബസ്ഥാനം. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാവിലെ തൊട്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്ഥിതി ഉള്ളവർ വേണം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട്. അല്ലാത്തവർ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ഇവിടെ കിട്ടത്തില്ല. അതല്ല, നമ്മളിപ്പോൾ ചാനൽ തുറന്ന ഉടൻ തന്നെ അശ്വതി ഭരണി കാർത്തിക ഇങ്ങനെ കൈകെട്ടിക്കൊണ്ടോ അവർ നിന്നിട്ട് അവരിങ്ങനെ പറയും അശ്വതി ഭരണി കാർത്തികകാരികാർക്ക് 3-ൽ ശുക്രനുണ്ട്, 3-ൽ വ്യാഴമുണ്ട്, 11-ൽ രാഹുവുണ്ട്. 3 എവിടാ, 11 എവിടാ, കുംഭം എവിടാ, രാശി എവിടാന്ന് അറിയാൻ വയ്യാത്തവർ അവിടെ ഇരുന്ന് കേട്ടോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ലാസ്റ്റ് അവരോട് പറയും നിങ്ങൾക്ക് വീട് വിൽപ്പനയ്ക്ക് സാധ്യതയുണ്ട്, വീട് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇത് രണ്ടിനും പ്രതീക്ഷിക്കും, നിങ്ങൾ ഇത് രണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും ഗുണമുണ്ടായോ? പഠിക്കുന്ന കുട്ടികൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. എന്താ ഈ മാസം മാത്രം പഠിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി, അടുത്ത മാസം ശ്രദ്ധിക്കണ്ടേ? വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. എന്താ അടുത്ത മാസം വാഹനം ഓടിക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ഓടിച്ചാൽ മതിയോ? അപ്പോൾ അങ്ങനെ വേറൊരാൾ പറയുമ്പോൾ ഞാനും അത് തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതല്ല ഞാനിവിടെ പറയുന്നതെന്നുള്ളതാണ് പറയുന്നത്. അവർ മോശക്കാരനെന്നും നമ്മൾ നല്ലതെന്നല്ല പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് അറിയുന്നവർ കേട്ടാൽ നല്ല രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം എന്നോട് പറയുവാണ് ഞാൻ മീനക്കൂറുകാരനാണ് എന്ന് വെച്ചോ, നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ വ്യാഴം, ഞാൻ പെട്ടെന്ന് മിഥുനമാണെന്ന് മനസ്സിലാക്കി. നിങ്ങൾക്ക് കർമ്മരാശിയിൽ ആരുമില്ല, ശരിയാ, ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വന്നിട്ട് ശുക്രനും ചൊവ്വയും സൂര്യനും നിൽക്കുക, ഞാൻ പെട്ടെന്ന് വന്ന് വൃശ്ചികക്കൂറിലേക്ക് എൻ്റെ മനസ്സിൽ തന്നെ കണ്ടു. നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ശരിയായിരിക്കും, കൊള്ളാം, നല്ലതാ. ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരാൾ അവിടെ ഇരുന്ന് 3 എവിടാ, 4 എവിടാ, 11 എവിടാ, കുംഭം എവിടാ, മൂലം എവിടാ, മീനം എവിടാന്ന് അറിയാൻ വയ്യാതിരുന്നിട്ട് കറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഓരോരുത്തരുടെ രാശിഫലം പറയുമ്പോൾ ആ രാശിക്കാർ അവിടെ മാത്രം കേന്ദ്രീകരിച്ച് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് മാറ്റും. ബാക്കി സിനിമ ഇരുന്ന് കാണാം, റീലിരുന്ന് കാണാം, എല്ലാം കാണാം. അവരുടെ കാര്യം പറയുന്നത് മാത്രം ജ്യോതിഷന്മാർ പറയുന്നത് കേൾക്കാൻ ചിലർക്ക് മനസ്സില്ല. അവർക്ക് സ്ക്രോൾ ചെയ്ത് പെട്ടെന്ന് കേൾക്കണം. അതെന്താ നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ പൈസ പരസ്യം വഴി അവർക്ക് കാശ് കിട്ടുമെന്നാണോ വിചാരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പുറകെ കുറേ കഷ്ടപ്പാടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ഇത് മോണിറ്റൈസേഷൻ ചെയ്യാത്തത്. എന്ന് വെച്ചാൽ ഇത് അമ്പലത്തിൻ്റെ ചാനലാണ്. അത് മോണിറ്റൈസേഷൻ ചെയ്തിട്ട് പരസ്യം വഴി വരുമാനം അമ്പലത്തിലേക്ക് മേടിക്കുവാണെങ്കിലല്ലേ നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങനല്ല, രാശിയിൽ മാറ്റങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് കേട്ട് മനസ്സിലാക്കുക. ധനുക്കൂറുകാർക്ക് ധനസ്ഥാനത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഫലസിദ്ധികളും ദോഷങ്ങൾക്കുള്ള പ്രതിവിധിയാണ് പറയുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശുക്രൻ 12-ലും ചൊവ്വയും സൂര്യനും വന്നിരിക്കുന്നാൽ ഭാഗ്യത്തിൻ്റെ അധിപൻ, 12-ാം ഭാവത്തിൻ്റെ അധിപൻ, നിങ്ങളുടെ ജാതകപ്രകാരം ലാഭത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ഈ 3 ഗുണങ്ങൾ 12-ാം ഭാവത്തിൽ വന്നതിനാൽ മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാർക്ക് ഈ മാസം നിങ്ങൾ നീക്കുന്ന എല്ലാ വർക്കുകൾക്കും, നിങ്ങൾ എന്തെങ്കിലും പേപ്പർ PR വർക്ക് ചെയ്യുവാണ്, നിങ്ങളൊരു തൊഴിലിന് അപേക്ഷ കൊടുക്കുകയാണ്, ഈ മാസം ഒരു ഇൻ്റർവ്യൂവിന് അപേക്ഷിക്കുകയാണ്, ഇങ്ങനെയുള്ള മൂലം പൂരാട ഉത്രാടത്തിൽ കാല് വരുന്നവർക്കെല്ലാം ആ ഒരു ഭാവം കൊണ്ട് ഗുണം വന്നിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന കാര്യം കൊണ്ട് വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഇത്രയും പേർക്കും ഗുണം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ജന്മനഷ്ടത്തിൻ്റെ നാട്ടിൽ തന്നെ നിൽക്കുന്നവർക്കാണെങ്കിൽ ധനനഷ്ടം, പലവിധത്തിലുള്ള ദുരിതങ്ങൾ, ഭാഗ്യം മറഞ്ഞു നിൽക്കുന്നു. മനസ്സിലായോ? അങ്ങനെയുള്ള ചിന്തകൾ വേണ്ടി വരും. അപ്പോൾ ധനസ്ഥാനത്ത് ആരുമില്ല, കണ്ടകശനിയുടെ ഒരു ദോഷം കാണുന്നുണ്ട്. ഇതിനെല്ലാം കവച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇതാ ഇങ്ങോട്ടുണ്ട്. കാരണം ഇവിടെ ഇരുട്ടാണെന്ന് വിചാരിച്ചോ, ഇവിടെ ടോർച്ചും കൊണ്ട് ഒരാൾ നിൽക്കുവാണെങ്കിൽ നേരെ ഇങ്ങോട്ടാണ് അടിക്കുന്നതെങ്കിൽ ഒരു പോയിന്റിലേക്ക് വരുന്നത് പോലെ വ്യാഴത്തിൻ്റെ ഒരു ടോർച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനാൽ നിങ്ങളെ ബാധിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറുകയും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കണ്ടകശനി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും. കാരണം നിങ്ങൾക്ക് ധനത്തിൻ്റെ അധിപനാണ് ശനി. അപ്പം അങ്ങനെയുള്ള ഒരു ഗുണഫലം വന്നിരിക്കുന്ന ഒരു മാസമായതിനാൽ മംഗല്യ പുരോഗതി, തൊഴിൽ നേട്ടം, നേരത്തെ ഈ കൂറുകാർക്ക്, തുലാക്കൂറുകാർക്ക് പറഞ്ഞിട്ടുള്ളത് പോലുള്ള എല്ലാവിധത്തിലുള്ള മനഃശാന്തി, രോഗശാന്തി, ഐശ്വര്യം, ധനപുരോഗതി, വിദേശത്ത് യോഗങ്ങൾ, വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർ, വിദേശത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. അച്ഛൻ്റെ കുടുംബക്ഷേത്രമായിട്ടുള്ളിടത്ത് പോയിട്ട് ദോഷം മാറാനായിട്ട് ഗണപതി ഹോമം ചെയ്യുകയും അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതി വരുത്തുകയും നീലാഞ്ജനം വിളക്ക് കത്തിക്കുകയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പൂർണ്ണമായിട്ട് ഇങ്ങോട്ടുള്ളതിനാൽ വിഷ്ണു പൂജയും കഴിക്കുകയും വേണം മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാർ. അപ്പം അത്രയും പേരുടെ ഫലസിദ്ധി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഇനി പറയാനുള്ളത്, ഇപ്പോൾ ഇത്രയും പേരുടെ ഫലസിദ്ധി നമ്മൾ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. 1, 2, 3, 4, 5, 6 രാശിക്കാരുടെ ഫലസിദ്ധി പറഞ്ഞു.
ഇനി 6 രാശിക്കാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാനുള്ളത്. അതിൽ ഇടവത്തിൻ്റെ പറഞ്ഞു. ഇനി 5 പേരുടെയും കൂടെ കാര്യം കൂടെ പറഞ്ഞാൽ മതി, നമ്മളുടെ വീഡിയോ തീരും. അപ്പം മേടക്കൂറുകാരുടെ പറയാം. അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്ക് വ്യാഴം 3-ല്, ധനസ്ഥാനത്ത് ആരുമില്ല. കുടുംബസ്ഥാനത്ത് വ്യാഴം, 4-ാം ഭാവത്തിൽ ആരുമില്ല, വാഹനസ്ഥാനമാണ്. 5-ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം, സന്താനത്തിൻ്റെ സ്ഥാനത്താണ് ഇവർക്ക് കേതു വന്നിരിക്കുന്നത്. ശത്രു രോഗസ്ഥാനത്ത് ആരുമില്ല. ഐശ്വര്യസ്ഥാനത്ത് ബുധൻ, ഭാര്യാസ്ഥാനത്ത് ബുധൻ, അഷ്ടമരാശിയിൽ ശുക്രൻ, ചൊവ്വ, സൂര്യൻ. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല. ഭാഗ്യസ്ഥാനം കർമ്മസ്ഥാനത്ത് ആരുമില്ല. ലാഭസ്ഥാനത്ത് രാഹു, 12-ാം ഭാവത്തിൽ നഷ്ടസ്ഥാനം, നാശസ്ഥാനം, വിദേശസ്ഥാനത്ത് മേടക്കൂറുകാർക്ക് ശനി. ഈ ഒരവസ്ഥ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഈ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ടല്ലോ, അതൊരു പ്ലസ് പോയിന്റ് അല്ലേ? അതെ. രാഹു ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ഒരു പ്ലസ് പോയിന്റ് അല്ലേ? അതെ. നിങ്ങൾക്ക് ഈ 2 പ്ലസ് പോയിന്റാണ് ഇപ്പോഴുള്ളത്. ആർക്ക്? മേടക്കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ മാസത്തിലുള്ള പ്ലസ് പോയിന്റ്. ദോഷമായിട്ടുള്ള പോയിന്റുകൾ 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 1, 2, 3, 4, 5 മനസ്സിൻ്റെ സ്ഥാനം, സന്താനസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു മനഃശാന്തിക്കുറവിനും സന്താനങ്ങളെ കൊണ്ട് ദുരിതങ്ങൾക്കുള്ള ഒരു മാസമായിട്ടും കാണുന്നുണ്ട്. ശുക്രനും ചൊവ്വയും സൂര്യനും കൂടി അഷ്ടമരാശിയിൽ നിൽക്കുന്നുണ്ട്. നഷ്ടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിച്ച് നിൽക്കുന്ന മാസമാണ് അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്ക്. അതുപോലെ തന്നെ ശനി 12 നിൽക്കുന്നതിനാൽ 7.5 കണ്ടകാല ശനിയും നിലവിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് എവിടാ? ഭാഗ്യസ്ഥാനം. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും വർദ്ധിക്കും. അപ്പോൾ വിഷ്ണു ഭജനം ചെയ്യുക, വിഷ്ണു പൂജകളൊക്കെ ചെയ്യുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പോലുള്ള കാര്യങ്ങൾ വിഷ്ണു പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്ഥിരമായി നിങ്ങളപ്പോൾ ഈ മാസങ്ങളിൽ നിന്നല്ല, നിങ്ങൾക്ക് ഇപ്പോൾ 6 മാസത്തേക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുകയാണ്. ഇതെല്ലാവരും പറയത്തില്ല. നിങ്ങൾക്ക് വ്യാഴം 3-ലാ കേട്ടോ. അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്ക് വ്യാഴം 3-ലാ. വ്യാഴം 3-ലാ. 3, 6, 8, 12 ഭാവങ്ങളിൽ പോകുന്ന വ്യാഴം വിപരീത ഫലം ചെയ്യും. ശരിയാ, ഇല്ലെന്നാരും പറഞ്ഞില്ല. അളിയൻ ഇങ്ങോട്ട് നോക്കുന്ന കാര്യം എന്താ പറയാത്തെ? വ്യാഴം ലാഭസ്ഥാനത്തേക്ക് വ്യാഴം നോക്കുന്ന കാര്യം എന്താ പറയാത്തെ? ലാഭസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുന്നതും നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് വ്യാഴം നോക്കുന്ന കാര്യവും നിങ്ങളുടെ 7-ാം ഭാവമായിട്ടുള്ള ഐശ്വര്യസ്ഥാനത്തേക്കും ഭാര്യാസ്ഥാനത്തേക്കും വ്യാഴം നോക്കുന്നുണ്ട് എന്ന് പറയാൻ ഒരു ചാനൽ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പറയത്തില്ല. പക്ഷെ വ്യാഴം 3-ലാ ദോഷമാണെന്ന് മാത്രം പറയും. വ്യാഴം നേരത്തെ ഇവിടെ നിങ്ങൾക്ക് ഭാര്യാസ്ഥാനം, മേടക്കൂറുകാർക്ക് ഭാര്യയെ കൊണ്ട് ഗുണങ്ങൾ, ദാമ്പത്യ പുരോഗതി, ഐശ്വര്യം, ഭാര്യയിൽ നിന്നും സന്തോഷകരമായിട്ടുള്ള പ്രവൃത്തികൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. ഭാര്യയ്ക്ക് ജോലിയുണ്ടെങ്കിൽ അതിൽ നിന്നും ധനനേട്ടം ഉണ്ടാകുന്നു. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. വ്യാഴം 3-ലേക്ക് പോകുന്നത് ദോഷമാണ്. ദോഷത്തിൻ്റെ 100 ദോഷമുള്ളതിൻ്റെ 4-1 എടുത്താലുള്ള ഒരു ഫലസിദ്ധിയാണ് അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്ക് വ്യാഴം 3-ലേക്ക് മാറുന്നത്. 4 നിന്നുകൊണ്ടിരുന്ന വ്യാഴമാണ് അതിങ്ങോട്ട് മാറിയത്. അടുത്ത ജൂൺ മാസം മുതൽ വ്യാഴം, ജൂൺ മാസം 2026 ജൂൺ 1-ാം തീയതി വീണ്ടും അളിയൻ കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് എന്താ പറഞ്ഞത്? വ്യാഴത്തിൻ്റെ ഒരു പോയിന്റ് നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്കും ലാഭസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്ന് നിൽക്കുന്നു. അപ്പോൾ ദോഷത്തിൻ്റെ കാര്യം പറയാൻ പോകുന്നു. 7.5 കണ്ടകാല ശനി ദോഷമുണ്ട്. ലാഭത്തിൻ്റെ അധിപനായ ശനി 12-ല്. നിങ്ങൾക്ക് 1, 2, 3, 4, 5-ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം, സന്താനങ്ങളുടെ സ്ഥാനമായിട്ടുള്ളിടത്ത് കേതു സഞ്ചരിക്കുന്നു. അപ്പോൾ സന്താനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതകൾ വർദ്ധിക്കുക, മനസ്സിന് ടെൻഷൻ ഉണ്ടാകുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രഹങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ 3ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെ ദൃഷ്ടി വരുന്ന ശത്രുക്കളുടെ ദോഷം നമുക്ക് വർദ്ധിക്കാനുള്ള ഒരു കാലഘട്ടം ഉണ്ട്. ബുധൻ രാശി മാറുന്നതോടുകൂടി അത് മാറിക്കിട്ടും. അപ്പോൾ പൊതുവിൽ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണത്തിൻ്റെ പ്ലസ് പോയിന്റ് കാര്യമായിട്ട് നിൽക്കുക. ഭാഗ്യവർദ്ധനവ്, അതുപോലെ തന്നെ കുടുംബ ഫലത്തിൽ വ്യാഴം നിൽക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ, അതുപോലെ തന്നെ ഭാര്യ ഗുണങ്ങൾ, കല്യാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ധനം മുടക്കിയോ ബിസിനസ്സിൽ കാശ് മുടക്കുന്നതോ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതോ കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ മാസങ്ങളിൽ ഒഴിവാക്കി മുന്നോട്ട് പോയി നീലാഞ്ജനം കത്തിക്കുക, ഹനുമാൻ സ്വാമി പൂജ ചെയ്യുക, വിഷ്ണു ഭജനം ചെയ്യുക, പിന്നെ നാഗദൈവ പ്രീതി യാതൊരു കാരണവശാലും മുടക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക. സന്താനങ്ങളുടെ പേരിൽ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. ഇടവക്കൂറുകാരുടെ ഫലസ്ഥിതി നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ നേരെ വരുന്നത് മിഥുനത്തിലേക്കാണ്. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടിയിരുന്നത്. മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴം, ധനത്തിൽ ആരുമില്ല, കുടുംബത്തിൽ കേതു,
ഗൃഹസ്ഥാനത്ത് ആരുമില്ല, സന്താനസ്ഥാനത്ത് ബുധൻ, ശത്രു രോഗസ്ഥാനത്ത് ശുക്രൻ, ചൊവ്വ, സൂര്യൻ, ഭാര്യാസ്ഥാന ഐശ്വര്യസ്ഥാനത്ത് ആരുമില്ല, അഷ്ടമത്തിൽ ആരുമില്ല, ഭാഗ്യസ്ഥാനത്ത് രാഹു, കർമ്മരാശിയിൽ ശനി, ലാഭം നഷ്ടം, ഈ ഭാവങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫലസ്ഥിതിയിൽ എന്താണ് ചിന്തിക്കേണ്ടത്? സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം നമ്മളോടൊപ്പം വന്നതിനാൽ നമുക്കിപ്പോഴുള്ള എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നതിന് വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം കാരണമാകും. നിങ്ങളുടെ ജാതകപ്രകാരം ലഗ്നാലോ ജനിച്ച സമയത്ത് വ്യാഴം ദോഷത്തിലാണോ നിൽക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ വിളിക്കുന്ന ഒരുപാട് ആളുകളുടെ ജാതകം പരിശോധിക്കുമ്പോൾ അവർക്ക് ജാതകം ലഗ്നരാശിയിൽ നിന്നും, ഇത് മനസ്സിലാക്കണം ഈ പോയിന്റ്, നിങ്ങളുടെ ലഗ്നരാശിയിൽ നിന്നും ല എന്നെഴുതിയേക്കുന്ന രാശിയിൽ നിന്നും 3, 6, 8, 12 ഈ ഭാവങ്ങളിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ വ്യാഴം ജന്മരാശി പ്രകാരം പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് വ്യാഴം മറിഞ്ഞു നിൽക്കുകയാണ് എന്ന് നിങ്ങൾ എഴുതി വെക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ജന്മത്തിൽ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് വ്യാഴത്തിൻ്റെ ആനുകൂല്യം നേടിയെടുക്കണം. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നിസ്സാര കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ ജാതകം എടുക്കണം, ഗ്രഹനില എടുക്കണം, ല എന്നിടയാണപ്പെടുത്തേക്കുന്നത് ഇവിടെയാണെന്ന് കരുതുക. ആണെന്ന് കരുതി കഴിഞ്ഞാൽ, ജാതകത്തിൽ ഇവിടെയാണെന്ന് കരുതി കഴിഞ്ഞാൽ അതിൽ ഇത് തന്നെയാണ് ഗ്രഹനില എന്ന് വിചാരിച്ചു. അതാണ്ട് 3 വ്യാഴം നിൽക്കുന്നത് കണ്ടോ. ഈ ലഗ്നപ്രകാരം വ്യാഴം ഇവിടെ നിൽക്കുന്നു, 3 നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് വ്യാഴം ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് ഉണ്ടായെങ്കിൽ 1, 2, 3, 4, 5, 6 വ്യാഴം നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെയാണ് ലഗ്നം വരുന്നത്, നിങ്ങൾക്ക് വ്യാഴം ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായി? അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം 3, 6, 8, ഇനി 12 ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വ്യാഴം ഇവിടെ നിൽക്കുവാണ് എങ്കിൽ നിങ്ങൾക്ക് 12ാം ഭാവം നഷ്ടസ്ഥാനം, നാശസ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? വ്യാഴം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് പൂർവ്വജന്മാർജിത കർമ്മം എന്ന് പറയും. അപ്പം പലരും പൂർവ്വജന്മത്തെക്കുറിച്ച് ചോദിക്കും. പൂർവ്വജന്മത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോയാൽ തെളിവ് സഹിതം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. തെളിവ് സഹിതം. നിരീശ്വരവാദികൾ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ടല്ലോ, അതിന് വലിയ സ്വീകാര്യതയും കിട്ടുന്നുണ്ട്. അതവിടെ നിന്നോട്ടെ. ഞങ്ങൾ പറയുന്ന കാര്യത്തിന് 101% തെളിവും കൂടെ ചേർത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. വേണമെങ്കിൽ ഒരു നിരീശ്വരവാദിയെ ഫോണിൻ പ്രോഗ്രാം വേണമെങ്കിൽ ഞാൻ ലൈവായിട്ട് ചെയ്തു തരാം. ഒരു പേടിയുമില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി നോക്കും. ഇപ്പോൾ ശബരിമലയിൽ 1,00,000 ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നിടത്ത് 2,00,000 ആളുകൾ വന്നു തുടങ്ങി. ഗുരുവായൂർ അമ്പലത്തിൽ കോടാനുകോടി ആളുകൾ വന്നു തുടങ്ങി. തിരുപ്പതിയിൽ 4 ഇരട്ടി ആളുകൾ വന്നു. രാജ്യങ്ങൾ മുന്നോട്ട് പോയി. ലോകത്ത് എന്തുമാത്രം ശാസ്ത്രങ്ങൾ വികസിച്ചെങ്കിലും ഈ ലോകത്ത് അന്ധവിശ്വാസവും നിങ്ങൾ പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും കോടാനുകോടി ആളുകൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ ഈശ്വരൻ സത്യമാണെന്നും ഈശ്വരൻ എന്നാൽ ഒരു വ്യക്തിയല്ലെന്നും ഈശ്വരൻ ഒരിടത്ത് മാറിയിരുന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ആളല്ലെന്നും ആണ് സനാതന ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നത് ലോകത്ത്. ഈശ്വരൻ ഒരു വ്യക്തിയല്ല. അഹം ബ്രഹ്മാസ്മി, ഞാൻ വസിക്കുന്നത് നിന്റെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത്. നിന്റെ ഉള്ളിൽ ആസുരീയാംശവും നിന്റെ ഉള്ളിൽ തന്നെ ദേവാംശവും അസുരാംശവും ഉണ്ട്. അത് എന്ത് കണ്ടെത്തുന്നോ അതായിരിക്കും നിന്നെ പ്രവർത്തിപ്പിക്കുന്നത്. നീ അസുരാംശത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അസുരനായിരിക്കും നിന്നെ പ്രവർത്തിപ്പിക്കുന്നത്. നിന്റെ പ്രവൃത്തികളെല്ലാം അസുരനായിരിക്കും നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതല്ല, നീ എന്നെയാണ് നീ ഉള്ളിൽ നിന്ന് തേടുന്നതെങ്കിൽ നിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഞാനായിരിക്കും നടത്തുന്നത്. അതിന് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം പറയാം. നിങ്ങളാണോ ശ്വാസം ശ്വസിക്കുന്നത് അതോ നിങ്ങളുടെ ശരീരമാണോ ശ്വാസം ശ്വസിക്കുന്നത് എന്നൊരു ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. ഞാൻ പറയുന്നത് ഞാനല്ല. എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് തനിയെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിലും ബോധം കെട്ട് കിടക്കുമ്പോഴും എനിക്ക് അനസ്തേഷ്യ തന്നിരിക്കുമ്പോഴും ഈ കാര്യം മാത്രം മുടങ്ങത്തില്ല. ശരീരത്തിലെ ഒരു ചംക്രമണങ്ങളും മുടങ്ങത്തില്ല. അതിൻ്റെ കാരണം ശരീരം തനിയെ പ്രവർത്തിക്കുന്നതാണ്. ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ വ്യാഴത്തിലേക്ക് പോകുന്നു, മിഥുനക്കൂറിലേക്ക് പോകുന്നു. വ്യാഴത്തിന് ലെങ്ത് നീണ്ടു പോകുന്നു. ഈ അവസരങ്ങളിൽ ഇത് പറയാനൊക്കത്തുള്ളതുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞത്. അപ്പം ജന്മവ്യാഴം വന്നിരിക്കുന്നു. നിങ്ങളുടെ ജാതകപ്രകാരം ഐശ്വര്യത്തിൻ്റെ അധിപനും ഭാര്യയുടെ അധിപനുമായിട്ടുള്ള, ഭാര്യസ്ഥാനത്തിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം, കർമ്മരാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴം ഇവിടെ നിൽക്കുന്നത് വളരെയധികം ഐശ്വര്യം, ധനയോഗം, മഹാഭാഗ്യം, സന്തോഷം, ഐശ്വര്യം, ധനപുരോഗതി, തൊഴിൽ നേട്ടം ഇതെല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണെന്നും നിങ്ങൾ എന്ത് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുവാണോ ആ പ്രവൃത്തിയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു രാജാവായിരിക്കാം, ഇല്ലെങ്കിൽ ഒരാൾ ഭിക്ഷക്കാരനും ആയിരിക്കാം. അയാൾക്ക് നല്ല രീതിയിൽ ഭിക്ഷ കിട്ടും. രാജാവാണെങ്കിൽ ഒരു രാജ്യം കൂടെ കിട്ടും. ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ജയിച്ചു, മെമ്പറായി, നിങ്ങളൊരു പ്രശസ്തനായി, നിങ്ങൾക്ക് തിരക്കുകളായി, അങ്ങനെ അങ്ങോട്ട് പോകും.
മനസ്സിലായോ? ഒരു പൂജാരിയാണെങ്കിൽ ഉടൻ തന്നെ ശബരിമല മേൽശാന്തിയായിട്ടോ ഗുരുവായൂർ മേൽശാന്തിയായിട്ടോ ചെട്ടികുളങ്ങര മേൽശാന്തിയായിട്ടോ മലയാളപ്പുഴ മേൽശാന്തിയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇപ്പം കിട്ടും. പിടികിട്ടിയല്ലോ. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ചിലപ്പോൾ SI ആയിട്ട് പ്രൊമോഷൻ കിട്ടി, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വലിയ ദൂരമില്ലാത്ത ദൂരത്തിൽ പോയിച്ച് വരാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് കാലം ജോലി ചെയ്യാനുള്ള സ്ഥലം കിട്ടി. അധ്യാപകനായിട്ട് ഗസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. സർക്കാരിൽ നിന്നും PSCയുടെ ലെറ്റർ വന്നിരിക്കുന്നു, നിങ്ങളെ ജോലിക്കെടുത്തിരിക്കുന്നു. വിദേശത്തു നിന്ന് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ ശമ്പളത്തിന് ഒരു ജോലി വരുന്നു. അങ്ങനെ നിങ്ങൾ ആ ഭാഗത്തെല്ലാം നിങ്ങൾ ചിന്തിച്ചു കേട്ടോ. ഒരു പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ പരീക്ഷയിൽ അയാൾ വിജയിച്ചിരിക്കുന്നു. 10ാം ക്ലാസ്സുകാരനാണെങ്കിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല മാർക്ക് മേടിച്ചിരിക്കുന്നു. പാല് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ലപോലെ പാല് കുടിക്കുന്നു. നല്ല ആരോഗ്യത്തോടുകൂടി അയാൾ വളരുന്നു. മിഥുനക്കൂറിൽ വരുന്ന മകേരത്തര, തിരുവാതിര, പുണർത്തുനിൽക്കൽ. അപ്പം രാജാവ് മുതൽ ഭിക്ഷക്കാർ മുതൽ മുല കുടിക്കുന്ന കുട്ടി മുതൽ എല്ലാവരും ഒരുപോലെ ചിന്തിച്ചോളുക. കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ കൊണ്ട് നമുക്ക് കുടുംബത്തിൽ ദുരിതങ്ങൾ, കുടുംബത്തിൽ വിഷമതകൾ, അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് രോഗാരിഷ്ടതകളൊക്കെ വന്ന് ധനങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത നിൽക്കുന്ന സമയം ആയതിനാൽ മാതാപിതാക്കളുടെയൊക്കെ പേരിൽ നിങ്ങൾ നാഗദൈവ പ്രീതി വരുത്താൻ 100 പാലും വഴിപാട് ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ലഗ്നത്തിന്റെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ബുധൻ ഇവിടെ നിൽക്കുന്നതിൽ മനസ്സിന് ശാന്തി വരുത്തുന്ന, മനസ്സിന് സന്തോഷം വരുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത വരുന്നുണ്ട്. ശുക്രനും ചൊവ്വയും സൂര്യനും കൂടി ഇവിടെ നിൽക്കുന്നതിനാൽ രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു അനുകൂല ഭാവം പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രനും സൂര്യനും ചൊവ്വയും മരുന്നിന്റെ കാരകനായിട്ട് പറയുന്നുണ്ട്. ആയുർവേദം, ഔഷധം, ഹോമിയോ, ഇംഗ്ലീഷ്, നിങ്ങൾ എന്തായാലും ഔഷധത്തിന്റെ സ്ഥാനം വരുത്തുന്ന ഗ്രഹങ്ങളാണ് സൂര്യൻ. അപ്പോൾ അത് വന്നിരിക്കുന്നതിനാൽ രോഗശാന്തി ഉണ്ടാകുന്നതിനും ഒക്കെ ഒരു ഗുണഫലം കാണിക്കുന്നുണ്ട്. കർമ്മരാശിയിൽ ശനി നിൽക്കുന്നതിനാൽ കണ്ടകശനി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതി വരുത്തി മുന്നോട്ട് പോകുക. ഇനി നമുക്ക് ഈ 3 കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് കർക്കിടക കൂറുകാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ധനസ്ഥാനത്ത് കേതു, 3ാം ഭാവത്തിൽ ആരുമില്ല, 4ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ചൊവ്വ, സൂര്യൻ 5ാം ഭാവം, മനസ്സിൻ്റെ സ്ഥാനം, മംഗളകരമായ സ്ഥാനം. അതുപോലെ തന്നെ ത്രികോണസ്ഥാനം എന്ന് പറയും. നമ്മുടെ ത്രികോണസ്ഥാനങ്ങൾ 2 ഉണ്ട്. 5ാം ഭാവം, 9ാം ഭാവം, കേന്ദ്രസ്ഥാനം 4 ഉണ്ട്. അതുപോലെ ത്രികോണസ്ഥാനമായിട്ടുള്ള 5ാം ഭാവത്തിൽ ശുക്രനും സൂര്യനും നിൽക്കുന്നു. 9ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്ത് ശനി, അഷ്ടമരാശിയിൽ രാഹു. ഇതാണ് അവസ്ഥ. 12ൽ വ്യാഴം പോകുന്നത് നേരത്തെ പറഞ്ഞു നമുക്ക് നല്ലതല്ല. 12ൽ വ്യാഴം പോയിക്കഴിഞ്ഞാൽ നമുക്ക് അധപ്പതനം, ദീനത, ദുരാചാരം, ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പെട്ടുപോകുക, അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലത്ത് ദുരിതങ്ങൾ ഉണ്ടാവുക, വേലക്കാരനെ പോലെ ജോലി ചെയ്യേണ്ടതായിട്ട് വരിക, അർത്ഥമില്ലാത്ത പ്രവൃത്തികളിൽ ചെന്ന് വിടുക, പിന്നെ അനാവശ്യമായിട്ട് അധ്വാനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്നാണ് 3, 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴം പോയാലുള്ള അവസ്ഥ. എല്ലാവരും എഴുതി വെക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം 3, 6, 8, 12ലാണോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ ഞാൻ പറഞ്ഞ വഴി എന്താണെന്ന് നിങ്ങൾ പ്രാവശ്യം പറഞ്ഞു. ലഗ്നം നിൽക്കുന്ന രാശിയിൽ നിന്നും ലഗ്നം നിൽക്കുന്നതിനെ ഒന്നായിട്ട് കണക്കൂട്ടണം. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെയും നിങ്ങൾ ഒന്നായിട്ട് കണക്കൂട്ടണം. ഇതിൽ നിന്നും ലഗ്നം നിൽക്കുന്ന രാശിയിൽ നിന്ന് വ്യാഴം അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഇനി അല്ല പ്രതികൂലത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിഷ്ണു പൂജ ചെയ്തിടണം എന്ന് മനസ്സിലാക്കാം. ലഗ്നാൽ വ്യാഴം അനുകൂലം, ചന്ദ്രാൽ വ്യാഴം പ്രതികൂലമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. എങ്കിലും വിഷ്ണു ഭഗവാന്റെ പൂജകൾ ചെയ്യണം. ചന്ദ്രാലും ലഗ്നാലും ശുക്രാലും വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ജ്യോതിഷം നോക്കത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റുള്ള സമയമായിരിക്കും. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങൾ ഒരിക്കലും ജ്യോതിഷം നോക്കേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങൾക്ക് അറബികളൊക്കെ ഉണ്ടല്ലോ, ഷെയ്ഖിൻ്റെയൊക്കെ ഉണ്ടല്ലോ, അവരോട് നിങ്ങൾ ചോദിക്കുക അവരെന്തുവാടി സൂര്യനും വ്യാഴവും ചന്ദ്രനും അവരൊക്കെ ആര് നോക്കുന്നതോ? അവർക്കിതൊന്നും അറിയാൻ പാടില്ല. പക്ഷേ കോടീശ്വരന്മാരാണ്. അവരുടെ ജാതകം എടുത്ത് നിങ്ങൾ നോക്കിക്കോ. അവരുടെ ജാതകം എടുത്ത് നോക്കി വെച്ച് പറയണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അതാണ് എൻ്റെ ഫലസിദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് വ്യാഴം 12ൽ നിൽക്കുന്നു, ഭാഗ്യസ്ഥാനത്ത് ശനി. അങ്ങനെ പൊതുവിൽ പറയാനാണെങ്കിൽ ഒരുവിധപ്പെട്ട ഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതികൂലാവസ്ഥയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കർക്കിടക കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ 5 മുതൽ പ്ലസ് പോയിന്റ് പറയാം. ത്രികോണസ്ഥാനം 5ാം ഭാവമായിട്ടെടുത്ത് ശുക്രൻ വളരെയധികം ഗുണമായിട്ട് നിൽക്കുന്നു, ചൊവ്വ ബലമായിട്ട് നിൽക്കുന്നു, സൂര്യനും ബലമായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ ധനത്തിൻ്റെ അധിപനാണിത്. ശുക്രൻ നിങ്ങളുടെ ലാഭത്തിൻ്റെ അധിപനാണ്. ചൊവ്വ നിങ്ങളുടെ യോഗകാരകനാണ്. വേറൊരാൾ ഇത് പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് വ്യാഴം 12ൽ പോയി ഉടനെ തന്നെ പോയി വെള്ളത്തിൽ ചാടിക്കുമെന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നു, വ്യാഴം 12ൽ നിൽക്കുന്നു, വിഷ്ണു പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക.
ഭാഗ്യസ്ഥാനത്തിരിക്കുന്ന ശനി ആയതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് അല്ലെങ്കിൽ ശാസ്താവിന് ഭാഗ്യസൂക്തം ചെയ്യുക. അഷ്ടമത്തിലെ രാഹുവിന്റെ ദോഷം മാറാൻ കുടുംബദേവതാ ക്ഷേത്രത്തിൽ നാഗപ്രീതി വരുത്തുക. ധനപുരോഗതി ഉണ്ടാവാൻ ഗണപതി ഹോമം ചെയ്തിട്ട് അതിനകത്ത് താമര മൊട്ടുകൊണ്ട് രാജഗോപാല മന്ത്രത്താൽ ഹോമിക്കാനും ഞാൻ ഒരു ജ്യോത്സ്യനായതുകൊണ്ട് ഒരാളോട് ഞാൻ നിർദ്ദേശിക്കും. നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുധൻ അനുകൂലമായിട്ട് നിൽക്കുന്നു, ശുക്രനും ചൊവ്വയും സൂര്യനും അനുകൂലമായി നിൽക്കുന്നു, ശനി ഭാഗ്യസ്ഥാനത്ത് ഗുണമായിട്ട് നിൽക്കുന്നു. ഇത്രയും പേര് ഗുണമായിട്ട് നിൽക്കുമ്പോൾ വ്യാഴം മാത്രം മാറി നിൽക്കുന്നതിൻ്റെ ദോഷം മാറാൻ ഈ പറഞ്ഞ പരിഹാരം ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ട് വരും. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ വെച്ച് ജ്യോതിഷം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജ്യോതിഷം പാല് കുടിക്കുന്ന കൊച്ചിനെ മുതൽ മരിക്കാറായ വൃദ്ധനെ വരെ ബാധിക്കുന്നതാണ് ജ്യോതിഷം. രാജാവിനെ മുതൽ ഭിക്ഷക്കാരനെ വരെ ബാധിക്കുന്നതാണ് ജ്യോതിഷം. ഉഗാണ്ടയിലുള്ള ആഫ്രിക്കയിലുള്ള ആളിനെയും ബാധിക്കുന്നതാണ് ജ്യോതിഷം. ഷെയ്ഖിനെ ബാധിക്കുന്നതാണ് ജ്യോതിഷം. എല്ലാവരെയും ബാധിക്കുന്നതാണ്. അത് എങ്ങനെയാണ് അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എന്നതും കൂടി ആസ്പദമാക്കിയായിരിക്കും അവർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ. ഒരു ദുരിതം വരുമ്പോൾ 10,000 കോടിയുള്ള ആൾക്ക് ചിലപ്പോൾ 4,000 കോടി രൂപയുടെ നഷ്ടം വന്നു എന്നുമായിരിക്കും അയാളുടെ ബിസിനസ്സിൽ വന്നിരിക്കുന്നത്. 10,000 കോടി രൂപയുടെ ഉള്ള ആൾക്ക് ചിലപ്പോൾ 4,000 കോടി രൂപയൊക്കെ ഒരു നഷ്ടമായിരിക്കത്തില്ല. 2 മാസത്തോടെ കഴിയുമ്പോൾ അയാൾ 8,000 കോടി രൂപ ലാഭത്തിലാക്കും പ്രവർത്തനം ചെയ്തിട്ട്. പിടികിട്ടിയോ? 7,000 കോടി രൂപയുടെ നഷ്ടം വന്നു നമ്മൾ പറയാറില്ലേ, ഇത്ര രൂപ ഇടിഞ്ഞു, സ്വർണത്തിൻ്റെ വില പെട്ടെന്ന് കയറി. അപ്പം നല്ല രീതിയിൽ അസറ്റുള്ള ജുവലറികൾ ഉണ്ടാകും. 10,000 കിലോ സ്വർണങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ചില ജുവലറിക്കാർ സ്വർണം കുറച്ചൊക്കെ എടുത്ത് കടം മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നില്ലയോ. ഇഷ്ടംപോലെ സ്വർണം ഡിപ്പോസിറ്റായിട്ട് സ്വന്തമായിട്ടുള്ള ജുവലറിക്കാർക്ക് കഴിഞ്ഞ 75,000, 50,000, 60,000 രൂപ നിന്നും പെട്ടെന്നല്ലേ ഒരു മാസം 6 മാസം കൊണ്ട് ഇത് 1,00,000 രൂപയിലേക്ക് വന്നത്. അപ്പോൾ അവൻ്റെ ബിസിനസ്സിൻ്റെ മുതൽ എവിടെ ചെന്ന് നിന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയോ. വെറും നിസാരമായിട്ട് ചിന്തിച്ച് നോക്കിക്കോ. നിങ്ങളുടെ കയ്യിൽ 10 പവൻ ഉണ്ടായിരുന്നതിന് 5 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന 10 പവൻ സ്വർണത്തിന് ഇന്ന് ഒരു 10 ലക്ഷം രൂപ കിട്ടത്തില്ലേ 10 പവൻ സ്വർണത്തിന്? അപ്പം നിങ്ങളുടെ കയ്യിലെ മൂല്യം 10 ലക്ഷം രൂപ ഉയർന്നില്ലേ നമ്മുടെ മൂല്യം? അപ്പം 1 കിലോ ഉള്ളവൻ്റെ അവസ്ഥ എന്താണ്, 50 കിലോ ഉള്ളവൻ്റെ അവസ്ഥ എന്താണ്, 100 കിലോ ഉള്ളവൻ്റെ അവസ്ഥ എന്താണ് ചിന്തിക്കണം. അതുപോലെയാണ് ഓരോരുത്തരെയും ബാധിക്കുന്നതെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പാഴ്ശ്രമം നടത്തിയത്. അപ്പോൾ ഇവരുടെ കാര്യം പറഞ്ഞു, കർക്കിടകൂറുകാരുടെ വിശദമായ കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ ദോഷകാര്യമാണ്, നല്ല രീതിയിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. അടുത്തായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ജന്മകേതു വന്നു കഴിഞ്ഞാൽ ദേഹദുരിതങ്ങൾ, ആപത്തുകൾ, മുറിവ് ചതവുകൾ, വിഷമതകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. ആദ്യം നെഗറ്റീവിലേക്ക് പോകുന്നില്ല, പോസിറ്റീവിലേക്ക് ആദ്യം പോകാം. ചിങ്ങക്കൂറുകാർക്ക് ഇനി വിഷമം വരണ്ട. നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് വ്യാഴം, ലാഭമുണ്ടാവുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനും കൂടിയാണ് ആര്? വ്യാഴം. അത് വളരെയധികം മികച്ച പെർഫോമൻസ് ചെയ്തുകൊണ്ട് ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഈ സ്ഥാനം ഏതാന്ന്, നിങ്ങളുടെ 3-ാം ഭാവം. ഈ സ്ഥാനം നിങ്ങളുടെ ഏതാ? ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനം. കണ്ടില്ലേ? ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് ഭാര്യാസ്ഥാനത്തും ഐശ്വര്യസ്ഥാനത്തേക്കും വ്യാഴം നോക്കുന്നു, നിങ്ങളുടെ കുടുംബസ്ഥാനത്തേക്കും വ്യാഴം നോക്കുന്നു. അങ്ങനെ ഒരു മികച്ച ഫലസിദ്ധിയാണ് വ്യാഴത്തെ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സന്തോഷം വന്നില്ലേ? ഇനി ദോഷം പറയാം. ജന്മത്തിൽ നിൽക്കുന്ന കേതു ദോഷമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് 7-ാം ഭാവമായിട്ടുള്ള സ്ഥാനത്ത് രാഹു നിൽക്കുന്നു, ദോഷമാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിലെ ശനിയുടെ സ്ഥിതി ദോഷമാണ്. ഈ 3 ദോഷങ്ങൾ നിങ്ങൾക്ക് നിൽക്കുന്നതിനാൽ ജന്മകേതുവിൻ്റെ ദോഷം മാറാൻ നാളികേരം 11 തവണ തലയ്ക്കും ശരീരത്തും ഒഴിഞ്ഞ് ഗണപതി ഭഗവാൻ ഉടച്ച ശേഷം ഗണപതിയുടെ ധ്യാനമന്ത്രങ്ങളോ മൂലമന്ത്രങ്ങളോ അതുപോലുള്ള ഗായത്രി മന്ത്രങ്ങളോ ജപിച്ച് പ്രാർത്ഥിക്കുക. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. കരിപ്പൊട്ട് മേടിച്ചിട്ട് ഇവിടെ ധരിക്കുക. ഇനി നെറ്റി ധരിക്കാൻ വയ്യാത്തൊരു താണ്ട് ഈ വിരൽ വെച്ച് തലയെ തൊട്ടച്ചാൽ മതി. രണ്ടും ഫലം ഒന്ന് തന്നെയാണ്. അത് ചെയ്യുക. നാഗദൈവ പ്രീതി ഭാര്യയുടെ പേരിൽ ചെയ്യുക. ഭാര്യയുടെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഭാര്യയുടെ കുടുംബക്ഷേത്രം ഞാൻ അങ്ങ് ഗൾഫിലാണ്, ഭാര്യയുടെ കുടുംബക്ഷേത്രം അങ്ങ് പാലക്കാട് തറവാടാണ്. ഫോൺ വിളിച്ച് പറയണം, അളിയാ എൻ്റെ ഭാര്യയുടെ പേരിൽ നിൻ്റെ പെങ്ങളുടെ പേരിൽ മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി എല്ലാം മേടിച്ച് അവിടെ കൊടുത്ത് വിളക്ക് കത്തിച്ച് അവിടെ ഒരു പാൽപ്പായസ നിവേദ്യം സാവിത്രി മകീരത്തിൻ്റെ പേരിൽ എഴുതിക്കോളാൻ പറയണം. അപ്പോൾ ഹാപ്പി. ഗണപതി ഹോമം ചെയ്തു, ഹാപ്പിയായി. നമുക്ക് അഷ്ടമശനി നിൽക്കുന്നു. ഒരു നീരാഞ്ജനം എത്തിച്ച് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാരായണത്തുകാവ് ക്ഷേത്രത്തിലേക്ക് ഒരു ദക്ഷിണ അയച്ചു തന്നിട്ട് പറയണം ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് കൊടുക്കണം വാട്സപ്പിൽ. അപ്പോൾ ആ അമ്പലത്തിൽ കത്തിക്കും. നാരായണത്തുകാവ് നിൽക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന അമ്പലത്തിലെ അമ്പലമാണ്. അവിടെ തന്നെ തരണമെന്നല്ല, നിങ്ങൾക്ക് വീട്ടിൽ കത്തിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കത്തിക്കാം. ഒരു തമാശയും കൂടെ പറയണമല്ലോ ഇടയ്ക്ക് കേട്ടോ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ മതി. അടുത്തതായിട്ട് കന്നിക്കൂറുകാർ.
നമ്മുടെ ഫലം തീർന്നു. ഇത്രയും പേരുടെ കാര്യം പറഞ്ഞു. ഒരുപാട് സമയമായെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റയടിക്ക് വീഡിയോ ഇടയ്ക്ക് കട്ടൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇവരുടെ ഫലസിദ്ധി പറയുന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് അത്രയും സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം എടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാനിത് ബുക്ക് നോക്കി എവിടെയെങ്കിലും വായിച്ചു നോക്കി കണ്ടു പറയുന്നില്ല. സ്ഥിതി വെച്ചുകൊണ്ടാണ് ഫലസിദ്ധി പറയുന്നത്. ഒറ്റയടിക്ക് പറയുന്നു. നിങ്ങൾക്ക് ജന്മത്തിൽ ആരുമില്ല. ധനസ്ഥാനത്ത് ബുധൻ, കുടുംബസ്ഥാനത്ത് ശുക്രൻ, ചൊവ്വ, സൂര്യൻ, ഈ 2 ഭാവങ്ങളായിട്ടുള്ള 4ാം ഭാവം ഗൃഹസ്ഥാനം, 5ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം ആരുമില്ല, 6ാം ഭാവം ശത്രുസ്ഥാനം രോഗസ്ഥാനത്ത് രാഹു, 7ാം ഭാവം ഐശ്വര്യസ്ഥാനത്ത് ശനി, അഷ്ടമത്തിൽ ആരുമില്ല, ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല, കർമ്മസ്ഥാനത്ത് വ്യാഴം, ലാഭസ്ഥാനത്ത് ആരുമില്ല, നഷ്ടസ്ഥാനത്ത്. 12 കൂറുകാരും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു ഗ്രഹം പിഴയ്ക്കുമ്പോൾ മറ്റൊരു ഗ്രഹം അനുകൂലമാകും. ഒരിടത്ത് അസ്തമിക്കുമ്പോൾ ഒരിടത്ത് ഉദിക്കുന്ന സൂര്യനാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പോയിന്റാണ് പറഞ്ഞത്. ഒരിടത്ത് അസ്തമിക്കുമ്പോൾ ഒരിടത്ത് ഉദിക്കുന്ന സൂര്യൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്ന സമയം രാത്രിയായി പോയി. ഇവിടെ വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. പകൽ വെളിച്ചത്തിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ രാത്രിയാണെങ്കിൽ വേറൊരിടത്തും നല്ല നട്ടുച്ച വെയിലത്ത് ചൂടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പുറത്തുനിന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ചാൽ മതി. അയ്യോ ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞ് ഇന്ന് ഈ സമയം ഉണ്ടാവും. ഈ സമയം ഇപ്പം. അപ്പോൾ ഒരിടത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ ഒരിടത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരിടത്ത് ഉദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കർമ്മരാശിയിൽ വ്യാഴം അനുകൂലം, കണ്ടകശനി 7ാം ഭാവം, ശത്രു രോഗം രാഹു. രോഗസ്ഥാനത്ത് രാഹു വന്നാൽ ശിരോരോഗങ്ങൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും പലവിധത്തിലുള്ള അസ്വസ്ഥതകൾ വർദ്ധിക്കാനും രോഗങ്ങളെ കൊണ്ട് കാരണമാകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ നാഗദൈവ പ്രീതി വരുത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ കൊണ്ട്, ഒരു നല്ലെണ്ണ ഒഴിച്ച് ഒരു വിളക്ക് തിരിയാണ് കത്തിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഒരു ചന്ദനത്തിൻ്റെ സ്റ്റിക്കാണ് നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയത്, ഒരു കവർ മഞ്ഞപ്പൊടിയാണ് കൊടുക്കാൻ പറ്റിയത് എങ്കിൽ അത് ചെയ്യുക. ഒന്നും പറ്റിയില്ലെങ്കിൽ നാഗദൈവങ്ങളെ ഒന്നും മനസ്സിലെങ്കിലും കരുതുക. കഴിഞ്ഞു. നീലാഞ്ജനം കത്തിക്കാൻ പറ്റുമെങ്കിൽ കത്തിക്കുക. നിങ്ങൾ താമസിക്കുന്നിടത്ത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ പറഞ്ഞ് അത് ചെയ്യിക്കുക. 12 നിൽക്കുന്ന കേതു ഉള്ളതിനാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഗണപതി ഭജനം ചെയ്തോ ഗണപതി ഹോമം ചെയ്യിച്ചോ പ്രാർത്ഥിക്കുക. കർമ്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം ഇതിനെ എല്ലാത്തിനെയും ദോഷങ്ങളെ മാറ്റാൻ പര്യാപ്തമാണ്. അതിനാൽ വിഷ്ണു ഭഗവാന്റെ പൂജകളും പ്രാർത്ഥനകളും ചെയ്യുക. കർമ്മപുരോഗതി, ഐശ്വര്യം, ധനനേട്ടം, ഉദ്ദിഷ്ടകാര്യസിദ്ധി, തൊഴിൽ മാറ്റം ഇതെല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണെന്നും, എന്നാൽ നിങ്ങൾക്ക് ശനിയുള്ളതിനാൽ ഭാര്യാവിഷമങ്ങൾ, കലഹങ്ങൾ, ദാമ്പത്യ തടസ്സങ്ങൾ, ദാമ്പത്യ ദുരിതങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരികയും രോഗാഷ്ഠതകളും ധനം നഷ്ടം വരുന്നൊരു സമയമാണെന്ന് ഒരു കേതുവിനെ കൊണ്ട് കാണുന്നുണ്ട്. അനുകൂലമായിട്ട് നിൽക്കുന്നത് ബുധൻ, ധനസ്ഥാനം നിൽക്കുന്നത് അനുകൂലമാണ്. 3ാം ഭാവത്തിൽ ശുക്രനും ചൊവ്വയും സൂര്യനും നിൽക്കുന്ന അനുകൂലമാണ്. അങ്ങനെയുള്ള അനുകൂല കാര്യങ്ങളെ കണ്ടുകൊണ്ട് ദോഷങ്ങൾക്കുള്ള പ്രതിവിധി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റമുണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ പ്രകാരം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ താഴെ കുറിക്കുക. വിമർശനം മാത്രം കുറിച്ചാൽ മതി, പോസിറ്റീവായിട്ടുള്ള കാര്യം കുറിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ കണ്ട് ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുറിക്കുക. എന്താണ് ഇതിനകത്ത് തിരുത്തൽ വരുത്തേണ്ടത്? ചീത്ത വിളിക്കാനുണ്ടെങ്കിൽ അത് വിളിക്കരുത്. കാരണം ഒരുപാട് പേര് കാണുന്ന ഒരു ചാനലല്ലയോ. നിങ്ങൾ പേഴ്സണലായിട്ട് എൻ്റെ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് പറഞ്ഞു, ഒരു വിഷമവുമില്ല. 3ാമത്തെ ഒരു കാര്യം, നിങ്ങൾക്കിനി ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ചുള്ള മാറ്റം അടുത്ത വീഡിയോയിൽ വരുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.